കേവലം 20 വയസ്സെന്ന് ഞാൻ പറയുമ്പോൾ ഇതിൽ 20 വയസ്സുള്ളവർ അതിൽ എന്താണ് കേവലത്വം എന്ന് ചോദിക്കാൻ വേണ്ടി ഞാനത് ഒഴിവാക്കുകയാണ്. 20 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ തന്നെ 18, 19, 20 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ലേഖനങ്ങൾ എഴുതി തുടങ്ങിയ ആ ലേഖനങ്ങളിൽ തന്റെ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങൾക്കുപരി വിശ്വാദർശത്തിന്റെ തലത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്ത ഒരു ചിന്തകനാണ് ഗോവിന്ദൻ. അദ്ദേഹം ഏതൊരു പ്രാദേശിക പ്രശ്നത്തെയും അതിൻ്റെ ആഗോള മാനങ്ങളിൽ, അതിൻ്റെ ദേശീയ മാനങ്ങളിൽ മനസ്സിലാക്കാൻ തുടക്കം മുതൽ തന്നെ ശ്രമിച്ചു പോന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അതിലേറ്റവും പ്രധാനമായി എനിക്ക് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തമായ ഒരു സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ധാര കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ ആഗോളതലത്തിൽ ശക്തി പ്രാപിച്ചു വന്നിരുന്ന കമ്മ്യൂണിസത്തിൻ്റെതായ ഒരു ധാര ഇന്ത്യയിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ രണ്ട് പ്രധാന ധാരകളും ഏറ്റവും ശക്തമായി 20കളിലും 30കളിലും നിലനിൽക്കുന്ന കാലത്താണ് ഒരു ചിന്തകനായി ഗോവിന്ദൻ സ്വയം മനസ്സിലാക്കുന്നതും അദ്ദേഹം ആ രീതിയിൽ എഴുതാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വാഭാവികമായും ഈ ദേശീയ പ്രസ്ഥാനങ്ങളോട്, ഈ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഗാഢമായ ബന്ധമുള്ള ആഗോള സമീപനങ്ങളോട് ബന്ധപ്പെട്ട് എഴുതുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്തെഴുതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ മറ്റൊരു ചിന്തകനും സാധിക്കാതിരുന്നത് പോലെ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത് അത് അതിന്റെ അന്തസത്തയിൽ സ്വാംശീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ബ്രാഹ്മണാധിപത്യത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് എന്ന് 30കളുടെ ഒടുവിൽ ഏറ്റവും ശക്തമായി എഴുതിയ ചിന്തകനാണ് ഗോവിന്ദൻ. അന്ന് അദ്ദേഹത്തിന് 19-20 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഗാന്ധി വിമർശനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഗാന്ധി വിമർശനം, അക്കാലത്തെ അദ്ദേഹത്തിന്റെ ഗാന്ധി വിമർശനം പിന്നീട് അദ്ദേഹം അതുമായി സന്ധി ചെയ്യുന്നുണ്ട്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഗാന്ധി വിമർശനത്തിന്റെ കാതൽ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി ബ്രാഹ്മണാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഒരു ധാര ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതായിരുന്നു. ഇത് മാത്രമല്ല, അംബേദ്കറിന്റെ പിൽക്കാല ചിന്തകളെ പോലും മുൻകൂറായി കണ്ടുകൊണ്ട് ഈ ബ്രാഹ്മണ്യാധിപത്യത്തിനെതിരെയുള്ള കലാപമാണ് ഇന്ത്യയിൽ സാമൂഹ്യ കലാപം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് ആദ്യമായി പറയുന്നത്, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പറയുന്നത് ഗോവിന്ദനാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി അത് പറയാൻ ശ്രമിച്ചവരിൽ ഒരാൾ ഗോവിന്ദനാണ്. അതായത് അദ്ദേഹം അതിന്റെ ആഴങ്ങളിലാണ് പോകുന്നത്. അദ്ദേഹം അത് ഉപരിപ്ലവമായി പറഞ്ഞു. അന്ന് ഹിന്ദു മഹാസഭ ഇന്ന് കാണുന്നത് പോലെയുള്ള ഹിന്ദുത്വ പരിവാറായി, സംഘപരിവാറായി ഒന്നും മാറിയിട്ടില്ല. അവർ സമൂഹത്തിന്റെ അതിരുകളിൽ തങ്ങൾക്കുള്ള സമയം കാത്തു കിടക്കുകയാണ്. അങ്ങനെ സമയം കാത്തു കിടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആപത്ത് വരാൻ പോകുന്നത് ഹിന്ദുത്വ ഫാസിസത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതിൽ നിന്നാണ്, ഹിന്ദുത്വ ഫാസിസത്തിൽ നിന്നാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ചിന്തകനാണ് ഗോവിന്ദൻ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വളരെ വളരെ പ്രസക്തമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഹിന്ദുത്വ ശക്തികൾ ജർമ്മനിയുമായി ബന്ധം സ്ഥാപിച്ചു, നാസിസത്തിൽ നിന്ന് പഠിച്ചു, ഫാസിസത്തിൽ നിന്ന് പഠിച്ചു എന്നൊക്കെ. ഗോവിന്ദൻ പറയുന്നത് അല്ല, നാസികളും ഫാസിസ്റ്റുകളും ഇന്ത്യയുടെ ഹിന്ദുത്വ ഫാസിസത്തിൽ നിന്നാണ് പഠിച്ചത് എന്നാണ് അക്കാലത്ത് അദ്ദേഹം പറയുന്നത്. ഈ ഹിന്ദുത്വധാരയിൽ അടങ്ങിയിട്ടുള്ള അടിച്ചമർത്തലിൻ്റെതായ, അധീശത്വത്തിൻ്റെതായ കാഴ്ചപ്പാട് എങ്ങനെയാണ് നിഷ്കാസിതരായ ഒരു സമൂഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് ഫാസിസ്റ്റുകളും നാസിസ്റ്റുകളും ലോകത്ത് പഠിക്കുന്നത് ഇന്ത്യയുടെ ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് എന്ന് ശക്തമായി പറഞ്ഞ എഴുത്തുകാരനാണ്, ചെറുപ്പക്കാരനാണ് അന്നത്തെ ഗോവിന്ദൻ. അത് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം. അത് ഓരോ ഘട്ടത്തിലും അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ വിഷയം ഇവിടെ ഉന്നയിക്കുന്നത് കേവലമായി അദ്ദേഹത്തിന്റെ ഈ ആദ്യകാല ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനല്ല. അദ്ദേഹം ചെയ്യുന്ന വളരെ മൗലികമായ ഒരു വിമർശനമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നാളെ ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക്
രാഷ്ട്രീയ ശക്തികൾക്ക് എതിരേടേണ്ടി വരിക ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെയാണ് എന്ന് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധത്തിൽ ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 30കളിൽ 40കളിൽ അദ്ദേഹം ഇത് വളരെ കൃത്യമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയമാണ് നാളെ ഇന്ത്യക്ക് വിലങ്ങാവാൻ പോകുന്നത് എന്ന് ചെറുപ്പക്കാരനായ ഗോവിന്ദൻ കണ്ടെത്തുകയും അത് ഉറക്കെ ഉറക്കെ അദ്ദേഹം പറയുകയും എഴുതുകയും ചെയ്യുന്നു. ഈ ഒരു ഉൾക്കാഴ്ച ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് ഇത്രയും ദീർഘമായ ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു ചിന്തകനെ അല്ലാതെ ആരെയാണ് നമ്മൾ ഭാവി സമൂഹത്തെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്ന ഒരു വെബിനാറിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന ഒരു അടിസ്ഥാന ധാരണയിൽ നിന്നാണ് ഗോവിന്ദനെ ചർച്ച ചെയ്യണം എന്ന് ഞാൻ കരുതിയത്. അതിന്റെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു കാര്യം മാത്രം. അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷീദ് സൂചിപ്പിക്കേണ്ട അദ്ദേഹം എം.എൻ. റോയിയുമായിട്ടുള്ള ബന്ധം. സത്യത്തിൽ എം.എൻ. റോയി ആണെങ്കിലും ശരി, ഗോവിന്ദനാണെങ്കിലും ശരി, ഉദാത്തവൽക്കരണത്തിന്റെയോ അല്ലെങ്കിൽ നിരാസത്തിന്റെയോ കാരിക്കേച്ചറുകളായി മാത്രമാണ് നമ്മുടെ ചിന്തയിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. എം.എൻ. റോയ് തന്നെയും പലപ്പോഴും എം.എൻ. റോയിയെ പറ്റി പറയുന്നത് എപ്പോഴാണ്, കൊളോണിയൽ തീസിസിൽ ലെനിന്റെ നിലപാടിന് നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് എം.എൻ. റോയ് ഉന്നയിക്കുകയും ലെനിൻ അംഗീകരിക്കുകയും മൂന്നാം ഇന്റർനാഷണൽ അത് അവതരിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ സാധാരണയായി പറയുന്നത്. അതിലൊക്കെ ഉപരിയായി സാങ്കേതിക വിദ്യയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ഭാവി സമൂഹത്തെക്കുറിച്ച്, സാമൂഹിക മാനേജ്മെന്റിനെ കുറിച്ച് ഒക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന ഒരു ഉറച്ച ചിന്തകനായിരുന്നു എം.എൻ. റോയ്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഗോവിന്ദൻ ആ അർത്ഥത്തിൽ എം.എൻ. റോയിയുടെ ഒരു ശിഷ്യനല്ല. ജീവചരിത്രപരമായി തന്നെ അത് ശരിയല്ല. കാരണം ഗോവിന്ദൻ എഴുതിയ ഒരു ലേഖനം വായിച്ച് ഗോവിന്ദനെ ഇങ്ങോട്ടാണ് എം.എൻ. റോയ് ബന്ധപ്പെടുന്നത്. എം.എൻ. റോയ് അന്ന് വളരെ മുതിർന്ന ഒരു നേതാവാണ്. ഗോവിന്ദൻ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഗോവിന്ദൻ ഇംഗ്ലീഷിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ ജാതി വിരുദ്ധ പ്രസ്ഥാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗം എന്നൊക്കെ പറയുന്ന ആ ജാതി വിരുദ്ധ പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനം വായിച്ച് ആ എഴുത്തുകാരനെ കത്തയച്ച് പരിചയപ്പെടുകയും പിന്നീട് ബന്ധം സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത്. എം.എൻ. റോയിയുടെ കൃതികളുമായി ഗോവിന്ദന് ബന്ധമുണ്ടാകുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഒരു സീനിയർ എഴുത്തുകാരൻ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകളുമായി സ്വാഭാവികമായി ഗോവിന്ദൻ ഗാഢമായ ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ഗോവിന്ദനെ ഒരു എം.എൻ. റോയിയുടെ ഒരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ കാണുന്നത് ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗോവിന്ദന്റെ ചിന്തകളിൽ പലതിനെയും എം.എൻ. റോയിയുടെ കൃതികൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവുമാണ്. ഇതൊരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് സമാനമായി ചിന്തിക്കുന്ന ചിന്തകർക്കിടയിൽ ഉണ്ടാകുന്ന പാരസ്പര്യങ്ങളാണ് നമ്മളിവിടെ ശരിക്കും കാണുന്നത്. അത്തരമൊരു പാരസ്പര്യം അദ്ദേഹത്തിനും എം.എൻ. റോയ്ക്കും ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ എം.എൻ. റോയിയോട് തന്നെയാണ് അദ്ദേഹം വളരെ വിനീതമായി ഇനി ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ പിരിഞ്ഞു പോകാവുന്ന ഒരു രാഷ്ട്രീയ ബന്ധമേ യഥാർത്ഥത്തിൽ ഗോവിന്ദന് എം.എൻ. റോയുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതിന് മുമ്പ് തന്നെ തന്റെ സ്വന്തമായ ചിന്തയിലൂടെ എന്താണ് ഭാരതം ഭാവിയിൽ നേരിടാൻ പോകുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രതിസന്ധി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സുവ്യക്തമായ ഒരു ധാരണ സ്വരൂപിക്കാൻ കഴിഞ്ഞ ഒരു ചിന്തകനാണ് ഗോവിന്ദൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ സുവ്യക്തമായ ധാരണകളുള്ള, ഇന്ത്യയെക്കുറിച്ച് ധാരണകളുള്ള, ഇന്ത്യയുടെ കലാപ മനസ്സിന്റെ സാധ്യതകളെ കുറിച്ചിട്ടുള്ള സുവ്യക്തമായ വിചാരങ്ങളുള്ള ഒരു ചിന്തകൻ ആണ് ഗോവിന്ദൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് ഗോവിന്ദനും റോയിയുമായിട്ടുള്ള ബന്ധത്തെ തന്നെ നമ്മൾ കാണേണ്ടത്. അതിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ റോയി കേവലം ഒരു കമ്മ്യൂണിസ്റ്റ് ആവുകയും പിന്നീട് കമ്മ്യൂണിസത്തിൽ നിന്ന് അല്പം മാറി ചിന്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല, മറിച്ച് നൈരന്തര്യമുള്ള ചില ചിന്തകളുടെ, അത് സാങ്കേതിക വിദ്യയെക്കുറിച്ചാവാം, വിപ്ലവങ്ങളെ കുറിച്ചാകാം, സാമൂഹിക പരിവർത്തനത്തെ കുറിച്ചാകാം, ചില നൈരന്തര്യങ്ങൾ തന്റെ ചിന്തയിൽ പുലർത്തിയിരുന്ന ഒരു എഴുത്തുകാരനും വിപ്ലവകാരിയുമായിരുന്നു എം.എൻ. റോയ്. അപ്പൊ ഇത് രണ്ടും രണ്ടായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. എല്ലായ്പ്പോഴും നമ്മൾ എം.എൻ. റോയുമായി ബന്ധപ്പെടുത്തി മാത്രം ഗോവിന്ദനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവചരിത്രപരമായി തന്നെ അത് ആ അർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ സാഹിത്യ ഇടപെടലുകളും തമ്മിലുള്ള ബന്ധം ശരിയായ രീതിയിൽ നിർവചിക്കപ്പെട്ടു പോകുന്നില്ല. അദ്ദേഹത്തിന്റെ സാഹിത്യ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില എഴുത്തുകാരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്, ചില സാഹിത്യ പ്രവണതകൾക്ക് അദ്ദേഹം അംഗീകാരം കൊടുത്തത്, അല്ലെങ്കിൽ അത്തരം പ്രവണതകളെ അദ്ദേഹം
മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഒതുങ്ങി പോവുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ സാംസ്കാരികമായ ഇടപെടലുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇപ്പൊ ഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സമഗ്രമായി കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് സമഗ്രമായി ചില ധാരണകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് മാറുകയും സമ്പൂർണമായ വിമർശനത്തിൽ നിന്ന് കുറെ കൂടി അനുതാപപൂർണമായ ഒരു സമീപനം ഗാന്ധിയുടെ കാര്യത്തിൽ എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ചിന്താധാര അത്തരത്തിലൊരു തുറന്ന വേദിയായിട്ടാണ് അദ്ദേഹം ചിന്തയെ കാണുന്നത്. അടഞ്ഞ വ്യവസ്ഥയായിട്ടല്ല, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്താപരമായ മാറ്റങ്ങൾ വരുത്താൻ. അത് അവസരവാദപരമായിട്ടല്ല, അവസരവാദപരമായ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല അദ്ദേഹം തന്റെ ചിന്തയിൽ മാറ്റം വരുന്നത്. മാറുന്ന സാഹചര്യങ്ങൾ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. മുമ്പ് നമ്മൾ വെച്ചു പുലർത്തിയിരുന്ന പല ധാരണകളും ഫാസിസത്തിന്റെ ഒരു തിരക്കോൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ഒരു സുനാമി പോലെ ഫാസിസം അടിച്ച് കയറുന്ന ഒരു സാഹചര്യത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക സംഘടനകളെ കുറിച്ചോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ ആ അർത്ഥത്തിൽ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള രാഷ്ട്രീയ വിചിന്തനങ്ങൾക്ക്, രാഷ്ട്രീയ പരിണാമങ്ങൾക്ക് വഴങ്ങുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ബോധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഒരു മർക്കട മുഷ്ടി എന്ന് നമ്മൾ സാധാരണ ഒരു ക്ലീഷയായി പറയാറുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു വസ്തുത ഞാനിവിടെ സൂചിപ്പിക്കാം. 1960കളിൽ ലോകം തിളച്ചു മറിയുകയാണ്. ലോകത്തെ യുവാക്കൾ ഒരു സംഘർഷാത്മകമായ സാമൂഹിക ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിക്കുകയാണ്. യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് ഏഷ്യയിലെ തന്നെ ചില പ്രദേശങ്ങളിലും കലാപത്തിന്റെ തീ ആളി പടരുകയാണ്. ഗോവിന്ദൻ കേരളത്തിന് പുറത്തുള്ളപ്പോഴും കേരളത്തിൽ നിന്ന് ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് ചിന്തിക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രമല്ല. അദ്ദേഹം ലോകത്തേക്ക് നോക്കുന്നു, അദ്ദേഹം യൂറോപ്പിലേക്ക് നോക്കുന്നു, ഏഷ്യയിലേക്ക് നോക്കുന്നു, അദ്ദേഹം മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുന്നു, അവിടുത്തെ ചലനങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. ആ ചലനങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ 1960കളിൽ ലോകമെമ്പാടും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു ചലനവും ഉണ്ടാകാതെ പോയത് എന്ന് ഉത്കണ്ഠപ്പെട്ട ഒരു വ്യക്തിയാണ് ഗോവിന്ദൻ. അദ്ദേഹം കേരളത്തിൽ എത്തുന്നത് ഈ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാനും ഇതിന് കഴിയുമെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താനും കൂടിയാണ് 60കളിൽ അദ്ദേഹം വരുന്നത്. അദ്ദേഹം വരുമ്പോൾ കൂടെ കൊണ്ടുവരുന്നത് ഹെർബർട്ട് മാർക്യൂസിന്റെ കൃതികളാണ്. ഹെർബർട്ട് മാർക്യൂസ് അന്ന് ലോകത്തിലെ ഈ യുവാക്കളുടെ, ഈ വിദ്യാർത്ഥികളുടെ സമരങ്ങളെ പ്രത്യയശാസ്ത്രപരമായി പിന്തുണയ്ക്കുകയും അതിനെ അനുകൂലിച്ച് ലേഖനങ്ങൾ എഴുതുകയും, നിങ്ങൾ മനസ്സിലാക്കണം, ഹെർബർട്ട് മാർക്യൂസ് ഒരു മാർക്സിസ്റ്റ് ചിന്തകനായിരുന്നു. മാർക്സിസത്തിന്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല അന്നത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെ ആ രീതിയിൽ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത്. തൊഴിലാളി വർഗ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ സമരം എവിടെ നിൽക്കുന്നു എന്നുകൂടി പരിചിന്തിച്ചുകൊണ്ട് അതിന്റെ ആ പാരസ്പര്യങ്ങൾ ഇഴപിരിച്ച് പരിശോധിച്ചുകൊണ്ട് മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ സന്ദേഹങ്ങൾ, അതിന്റെ സംഘർഷങ്ങൾ ഫ്രാൻസിലും മറ്റും നമ്മൾ കണ്ടതാണ്. ആ വിദ്യാർത്ഥി പ്രക്ഷോഭം എങ്ങും എത്താതെ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് എല്ലാ വിപ്ലവങ്ങളും അന്തിമമായി ഒരു വിജയത്തിന്റെ പരിസമാപ്തിയിൽ തന്നെ അവസാനിച്ചിരിക്കണം എന്ന്, അങ്ങനെ ഒരു പരിണാമബുദ്ധി മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഹെഗേലിയൻ ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ പ്രക്ഷോഭം എങ്ങും എത്തിയില്ല എന്ന്. പക്ഷെ ഇന്നും ലോകത്തെ സ്വാധീനിക്കുന്ന നിരവധി ചിന്തയുടെയും ചിന്തകരുടെയും വിത്തുപാകിയത് ആ സമരമാണ്. ആ സമരം കേരളത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ധാരാളം ചർച്ചകളും സംവാദങ്ങളും ശില്പശാലകളും ഒക്കെ നടത്താൻ തയ്യാറാവുകയും ചെയ്തയാളാണ് എം ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ പറയുന്നത് പിന്നീട് അത് SFI ആവട്ടെ, KSU ആവട്ടെ, മറ്റു വിദ്യാർത്ഥി സംഘടനകളാവട്ടെ, അതിലൊക്കെ പ്രമുഖരായി തീർന്ന പലരും ഈ ശില്പശാലകളിൽ പങ്കെടുത്തവരാണ് എന്നുള്ളതാണ്. നമ്മൾ ഇതിനെ വിധിക്കാൻ ഞാൻ ആളല്ല. അവര് അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും MLA മാരും MP മാരും ആവുകയൊക്കെ ചെയ്തു. അത് തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് അവർ പോയി. ഞാൻ പറയുന്നത് അത്തരത്തിൽ ലോകം മുഴുവൻ ഒരു സാമൂഹ്യ സംഘർഷത്തിലൂടെ പുരോഗതിയിലേക്ക് പോകാനായി യുവാക്കൾ ഒരു സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ സമരത്തിന്റെ അലയൊലികൾ സ്വാംശീകരിക്കുകയും
ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ യുവാക്കളോട് സമ്മതിക്കാൻ തയ്യാറാവുകയും ചെയ്ത മനസ്സായിരുന്നു, ധൈഷണികതയായിരുന്നു എം ഗോവിന്ദന്റേത് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ധൈഷണികത, അത്തരത്തിലുള്ള ഒരു പാരമ്പര്യം ഗോവിന്ദന്റെ ചിന്തയിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ധൈഷണിക പാരമ്പര്യം, അദ്ദേഹത്തിന്റെ ചിന്താ പാരമ്പര്യം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ കടന്നു വരുന്നത് എന്നുള്ളത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു കാര്യമായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം വിചാരങ്ങൾ ഞാൻ ഇതിനു മുൻപും ചില സദസ്സുകളിൽ പങ്കുവച്ചിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1930കളുടെ ഒടുവിൽ തന്നെ ഹിന്ദുത്വ ഫാസത്തിന്റെ, അദ്ദേഹത്തിന്റെ വാക്കാണ്, ഹിന്ദുത്വ ഫാസത്തിന്റെ ഒരു വിമർശകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആണെങ്കിലും അതുപോലെ കോൺഗ്രസിനെ ആണെങ്കിലും വിമർശിക്കുന്നത് അതിന്റെ ചില പ്രവണതകളെയാണ്, അല്ലാതെ അതിനെ സമൂലമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. നമുക്ക് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം നോക്കാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാകുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ രചിക്കുന്നു. ഇത് രണ്ടും രണ്ടായി കാണണമെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പങ്കെടുക്കേണ്ട ചുമതലയും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നതും കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും ജനാധിപത്യപരമായ കടമയാണെന്നും ഗോവിന്ദൻ എഴുതുന്നുണ്ട്. അപ്പൊ ഗോവിന്ദൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പാർട്ടികളുടെ നിലപാടിൽ നിന്ന്, പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ടാവുകയും അത് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം പോലെയുള്ള ഒന്നിനെ എതിർത്ത ഒരാളല്ല, ആ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തതിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ പങ്കെടുക്കാതിരുന്നതിനെ വിമർശിച്ച ഒരാളല്ല എം ഗോവിന്ദൻ. കാരണം അദ്ദേഹത്തിന്റെ എം എൻ റോയിയുടെയും രാഷ്ട്രീയം ആ അർത്ഥത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു ആഗോളതലത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാടിനെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു എം ഗോവിന്ദൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തിട്ടില്ല. അദ്ദേഹം എതിർത്തത് എവിടെയാണ്, എന്താണ് അദ്ദേഹം എതിർത്തത്? ആ എതിർപ്പിന് ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ എന്ത് പങ്കാണുള്ളത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന സാമൂഹിക സംവിധാനത്തെ ഒരു ബ്രാഹ്മണ്യാധീശത്വ ജാത്യാധീശത്വ സംവിധാനമായി മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ഒരു ബ്രാഹ്മണ്യ ജാത്യാധീശ സമ്പ്രദായത്തിനെതിരെയുള്ള കലാപം ഏത് കോണിൽ നിന്ന് ഏത് പ്രസ്ഥാനം ആരംഭിക്കും എന്ന് ആശങ്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. അവിടെയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്നത്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ ആശങ്കയിൽ നിന്നാണ് ഇത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പ്രതിസന്ധിയാണ്, ഇവരുടെ രാഷ്ട്രീയമാണ് നാളെ ശക്തമായി ഇവിടെ ഉയർന്നു വരാൻ പോകുന്നത് എന്ന് അവർ പ്രായേണ ദുർബലരായി പ്രാന്തങ്ങളിൽ ഇരിക്കുന്ന കാലത്ത് തന്നെ കണ്ടെത്തുകയും അതിന്റെ അന്താരാഷ്ട്ര മാനങ്ങൾ തന്നെ കണ്ടെത്തുകയും ലോക ഫാസിസത്തിന് തന്നെ മരുന്ന് നൽകുന്ന ഒന്നാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യ ഫാസിസം എന്ന് ഉറക്കെ പറയുകയും എഴുതുകയും ചെയ്ത ഒരു ചിന്തകൻ എന്ന നിലയിൽ വേണം അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ കണക്കാക്കുവാൻ. അദ്ദേഹം അങ്ങനെ അനേകം വർഷങ്ങൾ ഭാവിയിലേക്ക് ചിന്തിച്ചുകൊണ്ടാണ് 30കളിലും 40കളിലും എഴുതുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അദ്ദേഹത്തെ നിസ്സാരമായി തള്ളിക്കളയാൻ. അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പ്രസ്ഥാനം ഉണ്ടാക്കുന്നില്ല. പ്രസ്ഥാനങ്ങളില്ലാതെ സാമൂഹ്യ പരിവർത്തനങ്ങൾ വ്യക്തികൾക്ക് മാത്രമായി നടത്താൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് നവസാമൂഹിക പ്രസ്ഥാനങ്ങളായാലും ശരി, മറ്റ് പ്രസ്ഥാനങ്ങളായാലും ശരി, വ്യക്തികളുടെ കൂട്ടായ്മ. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് അത്തരത്തിലുള്ള വ്യക്തിപരമായ കൂട്ടായ്മകൾക്ക് വിലക്കുകളുള്ള ഈ ഒരു കാലത്തിരുന്നത് കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ആൾക്കൂട്ടങ്ങൾക്ക്, അത്തരം സംയോജനങ്ങൾക്ക്, അത്തരം ജനകീയ സംഘങ്ങൾക്ക് എന്ത് വലിയ പ്രസക്തിയാണ് ചരിത്രത്തിലുള്ളത് എന്ന് നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്യുകയല്ല, മറിച്ച് അദ്ദേഹത്തെ നിരാകരിക്കുകയുമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും രാഷ്ട്രീയമായ പ്രസക്തി ഈ ഒരു രാഷ്ട്രീയത്തെ ഇന്ത്യൻ മനസ്സിൽ ഇതിന്റെ ഒരു വിത്ത് കിടപ്പുണ്ട് എന്നും ഈ വിത്ത് കൂടുതൽ ശക്തി ആർജിക്കാൻ പോകുന്നുവെന്നും ഇതിനെതിരെ എന്ത് പ്രതിരോധമാണ് നിങ്ങൾക്കുള്ളത് എന്നും അന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചോദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗോവിന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസക്തി. അദ്ദേഹം പക്ഷേ ഇത് വിട്ടുകളയുന്നില്ല. ഇത് നവോത്ഥാനത്തിന്റെ ഒരു പാരമ്പര്യത്തെ അദ്ദേഹം നവോത്ഥാനന്തര കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടമാകുമ്പോഴേക്ക് വിസ്മരിച്ചു പോകുന്ന ഒരു ധാരയെ, ജാതി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ജാത്യാധീശ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ധാരയെ സജീവമായി നിലനിർത്താനുള്ള സമഗ്രമായ ഒരു സമീപനം ഗോവിന്ദൻ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ രാഷ്ട്രീയത്തിൽ, തന്റെ ദൈനംദിന ഇടപെടലുകളിൽ ഈ നവോത്ഥാന കാലത്തെ രാഷ്ട്രീയത്തിന്റെ ധാരയെ നവോത്ഥാനാനന്തര രാഷ്ട്രീയത്തിലേക്ക് പുനരാനയിക്കാനുള്ള തീക്ഷ്ണമായ ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ആളില്ല എന്നുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിന് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തെ വേവലാതി കൊള്ളിച്ചിരുന്നു, അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം കൂടുതൽ കർക്കശമായി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
അദ്ദേഹം കർക്കശമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, അധികാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ വിമർശനമാണ്. ഇന്ന് അധികാരത്തെക്കുറിച്ച് വിമർശിക്കാത്ത യുവാക്കളില്ല. അവരുടെ എല്ലാ പ്രബന്ധങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ നമുക്ക് അധികാര വിമർശനം, പ്രത്യേകിച്ച് ഫൂക്കോയും അതുപോലെ ആധുനികാനന്തര ധാരണകളും ഘടനാവാനന്തര ധാരകളും ഒക്കെ തന്നെ തന്ന രാഷ്ട്രീയമായ ഉൾക്കാഴ്ചകൾ, ദൈക്ഷണികമായ ഉൾക്കാഴ്ചകൾ മാർക്സിസ്റ്റുകൾ അല്ലാത്തവരുമായിട്ടുള്ള, പോസ്റ്റ് മാർക്സിസ്റ്റുകളായിട്ടുള്ള, മാർക്സുമായി യാതൊരു ബന്ധം തന്നെ ഇല്ലാത്ത ലിബറൽ ഗവേഷകരുടെ ഒക്കെ തന്നെ ചിന്തകളിൽ ഗാഢമായി കടന്നു വന്നിട്ടുള്ള ഒന്നാണ് അധികാര വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ അധികാര വിരുദ്ധ രാഷ്ട്രീയത്തെ അതിന്റെ ആപേക്ഷികമായ അർത്ഥത്തിൽ ഒരു അധികാരം, നിലനിൽക്കുന്ന ഒരു അധികാരത്തെ തച്ചു തകർത്ത് മറ്റൊരു അധികാര ശക്തി സ്ഥാപിക്കുക എന്ന് പറയുന്നതിനപ്പുറത്ത് ഗോവിന്ദന്റെ ഉത്കണ്ഠകൾ എത്രമാത്രം ആഴത്തിൽ ചരിത്രത്തിന്റെ മുൻപിലേക്ക് പോയി എന്നുള്ളത്, ഫ്യൂച്ചർ ആന്റീരിയർ എന്ന് നമ്മൾ പറയുന്ന ലക്കാനൊക്കെ പറയുന്ന ഫ്യൂച്ചർ ആന്റീരിയർ എന്ന് പറയുന്നത് പോലെയുള്ള ചരിത്രത്തിന്റെ ആ ഭാവി ചരിത്രത്തിലേക്ക് കടന്നുപോയി എന്നുള്ളതിന് ഒറ്റ ഉദാഹരണം മതി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ കമ്മ്യൂണിസത്തെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഭരണകൂടം പൊഴിഞ്ഞുപോയി എന്നിരിക്കട്ടെ, അധികാരങ്ങൾ തകർന്നുപോയി എന്നിരിക്കട്ടെ, എന്ത് ഗ്യാരണ്ടിയാണ് ആ സമൂഹം ഇതിനേക്കാൾ വിഭീഷികമായ മറ്റൊരു അധികാര രൂപത്തെ സൃഷ്ടിക്കുകയില്ല എന്നതിനുള്ളത് എന്ന്? അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചരിത്ര നിർണയവാദം, വൈരുദ്ധ്യാധിഷ്ഠിത ചരിത്ര സമീപനത്തിന് മാർക്സിന്റെ ഉണ്ടെങ്കിൽ അതിനെപ്പോലും തുളച്ചു കീറുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഗോവിന്ദൻ ചോദിക്കുന്നത്. അപ്പൊ അധികാരം എന്ന് പറയുന്നത് അത്തരത്തിൽ മനുഷ്യ സാമൂഹ്യ ജീവിതത്തിന്റെ സംഘാടനത്തിൽ അനിപേക്ഷണീയമായ ഒന്നായി നിലനിൽക്കുന്നുവെന്നും അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറാൻ കഴിയുകയില്ല എന്നും, അതുകൊണ്ട് നിരന്തരമായ അധികാര വിമർശനം എന്ന് പറയുന്നത് ഏത് അധികാര ശക്തിയാണോ നിലനിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചല്ല, അതിൽ നിന്ന് നിരപേക്ഷമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളും അദ്ദേഹവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, അദ്ദേഹത്തിന്റെ നിലപാടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ അതിൽ ചരിത്രം നിരപേക്ഷമായി നിൽക്കുകയല്ല അദ്ദേഹം അത്തരത്തിലൊരു സാധ്യതയെ, എന്തുകൊണ്ടൊരു പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു അധികാര വിരുദ്ധതയുടെ ഒരു രൂപം കൂടി തങ്ങൾ അധികാരം പിടിച്ചെടുക്കാനുള്ള സമരത്തിനുള്ളിൽ ഉൾച്ചേർക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സൈദ്ധാന്തികവും ദാർശനികവുമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനാണ് ഗോവിന്ദൻ അവിടെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം അധികാര ബന്ധങ്ങൾ ഇല്ലാത്ത ഏത് സമൂഹമാണ് സാധ്യമാവുക എന്ന് ഫൂക്കോ തന്നെ ചോദിച്ചിട്ടുണ്ട്. അധികാരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ, ഒരു ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ, ദാർശനികൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഫൂക്കോയെ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം അഭിമുഖ സംഭാഷണത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇക്കാര്യം. അധികാര ബന്ധങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹത്തെ സങ്കല്പിക്കാൻ സാധിക്കില്ല. പക്ഷെ അധികാര ബന്ധങ്ങൾ എന്ന് പറയുന്നത് ശാശ്വതവും ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാത്രം എല്ലായ്പ്പോഴും പ്രവഹിക്കുന്നതുമാണ് എങ്കിൽ അത് ദുരധികാരമാണ്. അത്തരത്തിലുള്ള ദുരധികാരങ്ങളിലേക്ക് ഏത് അധികാര ശക്തിയും നീങ്ങാൻ സാധ്യതയുണ്ട് എന്നും അതിനെ തടയേണ്ടതുണ്ട് എന്നുമാണ് ഗോവിന്ദൻ നിരന്തരം എന്നോണം പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അധികാരം എന്ന് പറയുന്ന ആ പ്രശ്നത്തെ അന്ന് ആ രീതിയിൽ കണ്ടിരുന്നില്ല. ഇപ്പോ അധികാരത്തിനെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാണുന്നത് തങ്ങളുടെ സ്വന്തമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള ഒരവസരമായിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള അനുവാദമായിട്ടാണ്. തങ്ങൾ അധികാരത്തിലെത്തുന്നത് തങ്ങളുടെ മനസ്സിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള അനുവാദത്തിനാണ് എന്ന ധാരണയിലാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും പ്രവർത്തിക്കുന്നത്. അതാണ് പ്രശ്നം. അത് അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരം പിടിച്ചെടുക്കണ്ട എന്നല്ല, സമത്വ സമ്പൂർണമായ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നല്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് തങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് ഒരു പ്രസ്ഥാനവും, അത് എത്രയും വിപുലമായ ലിബറൽ പശ്ചാത്തലങ്ങളുള്ള ഒരു സംഘടനയാണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി, ധരിച്ചു പോകരുത് എന്ന ഒരു സന്ദേശമാണ് ഗോവിന്ദൻ നൽകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമായി, ഭാവി സാമൂഹിക പ്രശ്നമായി അദ്ദേഹം കാണുന്നത് ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളുടെ വളർച്ചയാണ്. അത് ജാത്യാധീശ ശക്തികളുടെ വളർച്ചയാണ്. അദ്ദേഹം അക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും സന്ധികൾക്കും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഈ കാര്യം പറയുന്നതിൽ, ഈ കാര്യം പച്ചയായി പറയുന്നതിൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പച്ചയായി പറയുന്നതിൽ യാതൊരു ഒളിച്ചുകളിയും അദ്ദേഹത്തിനില്ല. അദ്ദേഹം വളരെ വ്യക്തമായി, സുവ്യക്തമായി മുന്നോട്ട് വെക്കുന്ന ഒരു വീക്ഷണമാണ് ഇത് തുടക്കം മുതൽ തന്നെ. അതിൽ അദ്ദേഹം ഒരു തരത്തിലുള്ള സന്ധിക്കും വിട്ടുവീഴ്ചയ്ക്കും അവസാനം വരെ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെടേണ്ടി വരാം, തന്ത്രപരമായി പിന്മാറേണ്ടി വരാം, തന്ത്രപരമായി അല്ലാതെ മുന്നേറേണ്ടി വരാം, ഇതൊക്കെ ചെയ്യാം.
പക്ഷെ അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രശ്നം അദ്ദേഹത്തെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഭാവി ചരിത്രത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തി ഉയർന്നു വരാൻ പോകുന്നുവെന്നും ആ രാഷ്ട്രീയ ശക്തിയെ തടയിടുന്നതിനുള്ള എന്ത് പ്രത്യയശാസ്ത്ര സന്നാഹമാണ് ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം, ജനാധിപത്യ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കവിതയിൽ അദ്ദേഹം അതിന് വലിയൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കവിതയുടെ സവിശേഷമായ ഒരു പ്രവണതയായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നവോത്ഥാന രാഷ്ട്രീയത്തെ നവോത്ഥാനാന്തര ആധുനികതയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം അദ്ദേഹം ഗാഢമായ രീതിയിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്കറിയാം, ഒരു മതബദ്ധതയുള്ള കവിതയല്ല അദ്ദേഹത്തിൻ്റെത്. മതവിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ ആ അർത്ഥത്തിൽ, ഇന്നത്തെ ഒരു യുക്തിവാദിയുടെ അർത്ഥത്തിൽ മതവിരുദ്ധം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കവിതയിൽ മതത്തിന്റെ അല്ലെങ്കിൽ മതബദ്ധതയുടെ ഒരു വിമർശനമുണ്ട്. ആ വിമർശനം എന്ന് പറയുന്നത് അതിന്റെ കാതലായ ഒരു അംശത്തിലാണ്. മതം എന്ന് പറയുന്നത് മാർക്സ് സൂചിപ്പിക്കുന്ന പോലെ, മാർക്സ് പറയുന്നത് മതം പ്രതിനിധാനം ചെയ്യുന്നത് ചില നന്മകളെയാണ്. അപ്പോൾ പലപ്പോഴും മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം, ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ് തുടങ്ങിയിട്ടുള്ള ആദ്യകാലത്ത് മാർക്സ് എഴുതിയ അത് തന്നെ മറ്റൊരാളുടെ ഉദ്ധരണിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. രണ്ട് രീതിയിൽ ആ ഉദ്ധരണി പോകുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കറുപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഏഷ്യയിൽ മനസ്സിലാക്കുന്നതും യൂറോപ്പിൽ മനസ്സിലാക്കുന്നതും രണ്ട് രീതിയിലാണ്. അതാണ് ഏഷ്യയിൽ ഇത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ള തരത്തില് മതത്തെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അത് യൂറോപ്പിൽ അതൊരു വേദനാ സംഹാരിയാണ്. അപ്പം അവിടെ മനസ്സിലാക്കുന്നത് മതം കറുപ്പാണ് എന്ന് മാർക്സ് പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഒരു വേദനാ സംഹാരിയാണെന്നാണ്. യഥാർത്ഥത്തിൽ ഏഷ്യയിൽ എന്നാൽ ഇത് മനസ്സിലാക്കുന്നത്, അതാണല്ലോ ഈ ഒപ്പിയം വാർ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് കൊളോണിയലിസം ചൈനയിൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച കറുപ്പ് ചൈനീസ് വിപണിയിൽ കൊണ്ടുവന്ന് തട്ടുന്നുണ്ട്. അപ്പൊ അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനീസ് സൈനികർക്കിടയിലുള്ള വലിയ കറുപ്പ് ഉപയോഗം തടയാൻ ചൈന ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബ്രിട്ടീഷ് ഭരണകൂടം ഇത് ചെയ്യുന്നത്. ഇതൊരു ധാർമ്മിക പ്രശ്നമാണ്. ഇത് ഇങ്ങനെ മനുഷ്യനെ മയക്കുന്ന ഈ സാധനം എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നാണ് ചൈനക്കാർ ചോദിക്കുന്നത്. ഇത് മനുഷ്യനെ മയക്കുന്ന സാധനമല്ല, ഇതൊരു വേദനാ സംഹാരി അല്ലേ എന്നാണ് ബ്രിട്ടീഷ്. ഞാൻ കൊളോണിയലിസത്തെ എന്താ പറയാ ലളിതമാക്കി കാണുകയില്ല. കൊളോണിയലിസത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് അതിന്റെ പുറകിലുള്ളതെങ്കിൽ പോലും എന്താണ് കറുപ്പ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഏഷ്യയിലും യൂറോപ്പിലും നിലനിൽക്കുന്ന ധാരണകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പല ഏഷ്യൻ തർജ്ജമകളിലും ഒപ്പിയേറ്റ് ഓഫ് ദ പീപ്പിൾ എന്നെ മാർക്സ് പറയുന്നുള്ളൂ. ഒപ്പിയേറ്റ് ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്നത് ഏഷ്യയിലാകുമ്പോൾ അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പായും മനുഷ്യന്റെ വേദന സംഹാരി എന്ന രീതിയിൽ, അതാണ് മതത്തിന് അത്തരത്തിൽ മാർക്സിന്റെ ആ മതത്തിനോട് യൂറോപ്പിലെ ക്രിസ്തു മതത്തിന് പ്രശ്നമില്ല. കാരണം ഇതൊരു വേദന സംഹാരിയാണ്. അതുകൊണ്ട് ഏഷ്യയിലെ മതങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് കറുപ്പാണ്, മയക്കുന്ന സാധനമാണെന്ന് വിമർശിച്ചിരിക്കുകയാണ്. യൂറോപ്പിൽ മാർക്സ് പറഞ്ഞത് വിമർശനാത്മകമായി എടുക്കാം, അല്ലാതെയും എടുക്കാം. പക്ഷെ ഏഷ്യയിൽ ഇത് വിമർശനാത്മകമായി മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. പക്ഷെ മാർക്സിന്റെ യഥാർത്ഥത്തിലുള്ള മതത്തിന്റെ വിമർശനം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് മതം എന്ന് പറയുന്നത് ചില നന്മകൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. ഈ നന്മകൾ പിന്തുടർന്നു പോയാൽ ലോകത്തിൽ മനുഷ്യൻ എങ്ങും എത്തില്ല. ഈ നന്മകളെ നമ്മൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ നന്മകൾക്കുപരിയായ ഈ നന്മകളെ വെല്ലുവിളിക്കുന്ന തിന്മകളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ആ തിന്മകളിലൂടെ മാത്രമേ ചരിത്രം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നത് മതം പറയുന്ന നന്മയെ അടിസ്ഥാനപ്പെടുത്തിയല്ല, മതത്തിനെതിരായുള്ള തിന്മയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാകുന്നതെന്ന് വളരെ വ്യക്തമായി മാർക്സ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു ധാർമ്മിക ചിന്തകനല്ല, അദ്ദേഹത്തിന് ധാർമ്മിക ചിന്തയല്ല ഇക്കാര്യത്തിലുള്ളത്. മറിച്ച് മനുഷ്യ പുരോഗതിക്ക് ആവശ്യമായ ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, അല്ല ഒരു ധാർമ്മിക പ്രബോധനമല്ല മാർക്സിന്റേത്. അത് ഫേബിൾ ഓഫ് ബീസ് എന്ന് പറയുന്ന ഒരു കൃതി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിനകത്ത് നിന്നാണ് അദ്ദേഹം ഈ ഈവിൾ എന്ന് പറയുന്ന, ഈവിൾ ആണ് ഡ്രൈവിംഗ് ഫോഴ്സ്, ഹിസ്റ്ററിയുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഈവിളാണ്, തിന്മയാണ് എന്ന് വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ മാർക്സ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ നന്മയെയും തിന്മയെയും യഥാർത്ഥത്തിൽ ഒരു മാർക്സിസ്റ്റ് എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, ആ രീതിയിൽ മതത്തിന്റെ തിന്മയെ അല്ലെങ്കിൽ മതത്തിന്റെ നന്മയെ ഗോവിന്ദൻ മനസ്സിലാക്കുകയും മതത്തിന്റെ ദൈവത്തിന് പകരമായി ചെകുത്താനെ പ്രതിഷ്ഠിക്കുകയുമാണ് ഗോവിന്ദൻ കവിതയിൽ ചെയ്യുന്നത്. ഒരു കവിതയിൽ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മർത്യനെ തീർത്താൻ ഈശൻ തികച്ചും പരുക്കനായി, മർത്യനും മനുഷ്യത്വം ഏകിയോൻ ചൈത്താൻ അത്രയെന്ന്. ചെകുത്താനാണ് മനുഷ്യന് മനുഷ്യത്വം നൽകുന്നത്. നമ്മുടെ
ഈ മനുഷ്യത്വം എന്ന് പറയുന്നത്, ഈ മാർക്സ് പറയുന്നത് ഈവിളാണ്, ഈ തിന്മയാണ്, അത് നൽകിയത് ചെകുത്താനാണ് എന്ന് മാത്രവുമല്ല അദ്ദേഹം പറയുന്നത്, ഇബ്ലീസ് ഇല്ലെങ്കിൽ ഈ ഉലകിൽ പടച്ചോനും അനയും ആലസ്യത്തിൽ അങ്ങോരും തൂങ്ങിച്ചാവും എന്നാണ്. ഈ ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളൊന്നുമില്ലെങ്കിൽ ദൈവം തൂങ്ങിച്ചാകേണ്ടി വരും എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അത് വളരെ ശക്തമായി ഇത്തരത്തിലുള്ള മതബദ്ധമല്ലാത്ത ഒരു സാമൂഹിക ബോധം, ചരിത്രബോധമാണിത്. യഥാർത്ഥത്തിൽ ഇത് മതവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനമല്ല. ഇത് ചരിത്രത്തിന്റെ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് മതത്തിന്റെ കെട്ടുപാടുകൾക്ക് പുറത്ത് സംഭവിക്കുന്നതും, മതത്തിന് സ്വാധീനമുണ്ട്, മതത്തിന്റെ സ്വാധീനത്തെ അല്ല തള്ളി പറയുന്നത്. പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ മതമെന്ന് പറയുന്നത് എപ്പോഴും ഏകശിലാരൂപമായി നിലനിൽക്കുന്ന ഒരു നന്മയുടെ രൂപമാണെങ്കിൽ അതിനപ്പുറത്താണ് മനുഷ്യന്റെ പുരോഗമന ചിന്ത എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത്. എന്ന് മാത്രവുമല്ല, അദ്ദേഹം ഈ എഴുത്തോ നിന്റെ കഴുത്തോ എന്നുള്ള ഒരു ചോദ്യം ഗോവിന്ദൻ ഉന്നയിക്കുന്നതായി നമ്മൾ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എഴുത്തോ നിന്റെ കഴുത്തോ എന്ന ചോദ്യം ചോദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ചോദിക്കപ്പെടുന്നതിന് മുൻപ് എന്ത് സംഭവിക്കണമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അത്തരത്തിലൊരു ചോദ്യത്തിന്റെ മുന്നിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് ദൈവം ചെയ്യേണ്ടത് എന്നാണ്. എന്റെ ദൈവമേ, നീ അങ്ങനെയെങ്കിൽ എന്നെ കെട്ടിയെടുത്തേക്ക് ഏതെങ്കിലും നരകത്തിലേക്ക് എന്നാണ്. അദ്ദേഹത്തിന് പോകേണ്ടത് നരകത്തിലേക്കാണ്. ഏതെങ്കിലും നരകത്തിലേക്ക് എന്നെ, ഈ ചോദ്യം ഞാൻ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് എന്നെ കെട്ടിയെടുക്കണം എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു വലിയൊരു ദാർശനിക ധാര അടങ്ങിയിട്ടുണ്ട്. അത് മതപരമോ അല്ലെങ്കിൽ മതവിമർശനത്തിൻ്റെതായിട്ടൊരു ധാരയല്ല, മറിച്ച് മനുഷ്യ ചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയാണ് അതിൽ കാണുന്നത്. മനുഷ്യ പുരോഗതി എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമ്മൾ മതബദ്ധരായിരിക്കുമ്പോൾ തന്നെ മതവിരുദ്ധരായാണ് ജീവിക്കുന്നത് എന്നുള്ളത്. മതത്തിന്റെ തിന്മകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. മതം പറയുന്ന ചില ആത്യന്തിക നന്മകളുണ്ടല്ലോ, അത്തരം നന്മകളെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യന് പുരോഗതിയില്ല, അല്ലെങ്കിൽ മുതലാളിത്തമില്ല, മുതലാളിത്തം കഴിഞ്ഞ് സോഷ്യലിസം ഇല്ല. ഇതെല്ലാം മതത്തിന്റെ നമ്മളെല്ലാം മതബദ്ധരായിരിക്കുമ്പോൾ പോലും, മതത്തിന്റെ ചടങ്ങുകളുടെ അടിമകളായി നമ്മൾ ജീവിക്കുമ്പോൾ പോലും ലോകത്തെ മനുഷ്യർ ഇത്തരത്തിലുള്ള മതവിരുദ്ധമായ ഒരു സാമൂഹിക തലത്തിലാണ് തങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അദ്ദേഹം ഇതിനകത്ത് യഥാർത്ഥത്തിൽ നൽകുന്നത്. ഈ ഒരു ആമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ കവിതകളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രധാനമായും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കവിതകളുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കവിതകൾ, ദീർഘ കവിതകൾ എന്ന് പറയാവുന്നത്, ഒന്ന് മേനക, മറ്റൊന്ന് ഒരു കൂടിയാട്ടത്തിന്റെ കഥ, അതുപോലെ നോക്കുകുത്തി, അരങ്ങേറ്റം, ഇങ്ങനെ ചില ദീർഘ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ദീർഘ കവിതകളൊക്കെ മലയാള സാഹിത്യ വിഭാഗത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പഠിപ്പിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കവിതകൾ പഠിപ്പിച്ചിരുന്നതായി എനിക്ക് തോന്നുന്നില്ല. ഈ പ്രധാനപ്പെട്ട കവിതകളൊക്കെ തന്നെ ആ അർത്ഥത്തിൽ സിലബസിന്റെ ഭാഗമായി വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഈ കവിതകൾക്കെല്ലാം ചരിത്രപരമായ പ്രസക്തിയുണ്ട്, സാംസ്കാരികമായ പ്രസക്തിയുണ്ട്. അദ്ദേഹം കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഒരു നവോത്ഥാനന്തര ആധുനികതയുടെ അനുരണനങ്ങൾ, അതിന്റെ സ്ഫുരണങ്ങൾ ഈ കവിതകളിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനു മുൻപ് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, അദ്ദേഹം ഈ ദൈവ സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, സർപ്പം എന്ന് പറഞ്ഞ ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലോകത്തിലെ ഇംഗ്ലീഷിലുള്ള പല അന്തോളജികളിലും അന്ന് തന്നെ ആ കഥ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള, ഇന്നും മലയാളത്തിൽ ലഭ്യമല്ല. ഞാൻ ശ്രമിച്ചിട്ട് പുതിയ എഡിഷൻസ് ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടാൻ സാധിച്ചില്ല. ഇപ്പോൾ ആരോ ഇറക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ലോകത്തിലെ പല ഇംഗ്ലീഷ് കഥകളുടെ അന്തോളജിയിലും ഇതിന്റെ വിവർത്തനം ഇതിനകം തന്നെ വന്നിട്ടുള്ളൊരു കഥയാണ് ഈ അദ്ദേഹത്തിന്റെ സർപ്പം എന്ന് പറയുന്ന കഥ. അദ്ദേഹത്തിന്റെ ഈ സർപ്പം എന്ന് പറയുന്ന കഥയും ഈ കൂടിയാട്ടത്തിന്റെ കഥ എന്ന് പറയുന്ന കവിതയും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ സർപ്പം എന്ന കഥയിൽ കൂടുതലും പാശ്ചാത്യ കഥാപാത്രങ്ങളാണ് ഉള്ളത്. പക്ഷെ അദ്ദേഹം അതിന്റെ അവസാനം അദ്ദേഹം ഒരു കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നവോത്ഥാന കാലത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ധാരകളായ ഫെമിനിസ്റ്റ് രാഷ്ട്രീയവും ജാത്യാധിഷ്ഠിത വിരുദ്ധ രാഷ്ട്രീയവും അതിന്റെ ഒരു ധാരയെ അദ്ദേഹം വളരെ സമർത്ഥമായി കൊളുത്തിയിടുന്നുണ്ട്. അത് സ്മാർത്ത വിചാരത്തിന്റെ കഥയാണ്. ഈ സ്മാർത്ത വിചാരത്തിന്റെ കഥയിൽ താത്തക്കുട്ടി ആദ്യമായി പേര് പറയുന്ന ഒരാൾ ശങ്കരപ്പണിക്കരാണ്. ശങ്കരപ്പണിക്കർ ഒരു കഥകളി നടനായിരുന്നു. ഈ കഥകളി നടനെ താത്തക്കുട്ടി ക്ഷണിക്കുന്നത് ദാസിയെ അയച്ചിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. പക്ഷെ അങ്ങനെ ക്ഷണിക്കാൻ വിടുമ്പോൾ പറയുന്നുണ്ട് വേഷം അഴിക്കാതെ വേണം അദ്ദേഹം വരാൻ എന്ന്. എന്താണ് അദ്ദേഹത്തിന്റെ വേഷം? അദ്ദേഹത്തിന്റെ വേഷം കീചക വേഷമാണ്. നീചനായ കത്തി വേഷക്കാരനായ കഥാപാത്രത്തിന്റെ വേഷം അഴിക്കാതെ
എന്റെ അടുത്തേക്ക് വരണം എന്നാണ് താത്രിക്കുട്ടിയെ കൊണ്ട് ഗോവിന്ദൻ പറയിപ്പിക്കുന്നത്. ഈ നമുക്ക് പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ ഫ്രോയിഡിന്റെ ഒരു ഫ്രോയിഡിയൻ ഫെറ്റിഷിന്റെ ഒരു തലത്തിൽ വേണമെങ്കിൽ പെട്ടെന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതല്ല അദ്ദേഹം പ്രധാനമായും ഉദ്ദേശിക്കുക. അദ്ദേഹം ഒരു നോൺ ഫ്രോയിഡിയൻ നോൺ യുങ്ങിയൻ തലത്തിൽ നിന്ന് അതിലൊക്കെ ഗാഠമായ ജ്ഞാനം ഉണ്ടായിരുന്ന ആളായിരുന്നു ഗോവിന്ദൻ. അത് ഈ സർപ്പം എന്ന് പറയുന്ന കഥ അടുത്ത് വായിക്കുകയാണെങ്കിൽ, ഒരു സൂക്ഷ്മ വായനയ്ക്ക് അതിനെ നിങ്ങൾ വിധേയമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം എങ്ങനെയാണ് ഒരു നോൺ ഫ്രോയിഡിയൻ ഒരു നോൺ യുങ്ങിയൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ കഥ എഴുതുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരം ഒരു പശ്ചാത്തലം അതിൽ നിന്ന് ഉയർന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊരു സൂക്ഷ്മ വായനയിൽ തീർച്ചയായും കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം ഈ സർപ്പം എന്ന് പറയുന്നത് പാശ്ചാത്യ ചിന്തയിലെ ചെകുത്താനാണ്, അല്ലെങ്കിൽ ചെകുത്താന്റെ പ്രതിനിധിയാണ്. നമുക്കറിയാം നമ്മുടെ സിനിമയിൽ തന്നെ രതി നിർവേദം പോലെയൊക്കെയുള്ള സിനിമയിൽ കാമം ഈ അനുവദനീയമല്ലാത്ത കാമങ്ങളെ അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത കാമനകളെ ഒടുവിൽ കൊന്നൊടുക്കുന്നത് ഈ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചാണല്ലോ. അപ്പൊ ഈ പാമ്പിന് ഇങ്ങനെയുള്ള ഒരു ഈ വിലോഭനത്തിന്റെ അന്ത്യം മരണമാണ് എന്ന തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാക്കുന്നതിനുമാണ് മതം പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യർ ഇണചേരേണ്ടത് പാമ്പുകളെ പോലെയാണ് എന്നാണ്. പാമ്പുകളെ പോലെ ഇണചേരുക, പാമ്പുകൾ ഇങ്ങനെ ഇതൊരു സൈത്താനായിട്ടല്ല, മറിച്ച് നമ്മുടെ കാമനകളുടെ, നമ്മുടെ രതികാമനകളുടെ, ആഗ്രഹങ്ങളുടെ, തൃഷ്ണയുടെ ഏറ്റവും ഉദാത്തമായ ഒരു രൂപം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ സർപ്പം എന്ന് പറയുന്ന രൂപകത്തെ, പ്രതീകത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫെറ്റിഷിന്റെ, ഈ വേഷമുട്ട ഒരാൾ വന്നിട്ട് കീചകന്റെ വേഷം നീച വേഷമാണ്. അവിടെ പ്രധാനം എന്ന് പറയുന്നത് അതിന്റെ ഫെറ്റിഷ് അല്ല, മറിച്ച് ഈ ഈവിൾ എന്ന് പറയുന്നതിനെ കാമനയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സമീപനം, ഒരു മനഃശാസ്ത്ര സമീപനം ഗോവിന്ദൻ പുലർത്തുന്നത് കൊണ്ടാണ് ഈ കീചകൻ വേഷമഴിക്കാതെ തന്നെ കാണാൻ വരണം എന്ന് താത്രയെ കൂടിക്കൊണ്ട് പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇത്തരം കഥകളിൽ ഈ കൂടിയാട്ടത്തിന്റെ കഥ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വിപുലീകൃതമായിട്ടുള്ള ഒരു രൂപമാണ്. അതിന്റെ കൂടുതൽ വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ കേരളത്തിന്റെ നവോത്ഥാന ധാരയിലെ ഫെമിനിസ്റ്റ് രാഷ്ട്രീയത്തെ വളരെ ദീർഘദർശനത്തോടു കൂടി അതിന്റെ മനഃശാസ്ത്രപരമായ ഭാവി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വിലോഭനത്തിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെയാണോ പാശ്ചാത്യ ഫെമിനിസം അല്ലെങ്കിൽ മറ്റ് ഫെമിനിസ്റ്റ് ധാരകൾ തങ്ങളുടെ രാഷ്ട്രീയ ചിന്താപദ്ധതിയുമായി ചേർക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത്, ആ സൂചനകൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ 68-ലോ 69-ലോ ആണ് അദ്ദേഹം സർപ്പം എന്ന കഥ എഴുതുന്നത്. അത്രയും ശക്തിയായ ഒരു കഥ മലയാള സാഹിത്യത്തിൽ ആ അർത്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. മനഃശാസ്ത്ര വിജ്ഞാനീയത്തിന്റെ സ്വന്തമായ ഒരു വ്യാഖ്യാനത്തിലൂടെ അദ്ദേഹം മറ്റാരുടെയും വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ചോ അല്ലെങ്കിൽ അത് വിശദീകരിക്കാനോ എഴുതുന്നതല്ല, സ്വന്തമായ ഒരു വ്യാഖ്യാനം. അദ്ദേഹം ആ അർത്ഥത്തിൽ സൃഷ്ടിന്മുഖനായ ഒരു കലാകാരനും സാഹിത്യകാരനും ആയിരുന്നു, രാഷ്ട്രീയ ചിന്തകൻ മാത്രമായിരുന്നില്ല. രാഷ്ട്രീയ ചിന്തകൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വളരെ സൃഷ്ടിപരമായ ഇടപെടലുകൾ, അഗാധമായ ചരിത്രബോധമുള്ള ഇടപെടലുകൾ നടത്താൻ കെൽപ്പുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ഗോവിന്ദൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കവിതയായിട്ടുള്ള അരങ്ങേറ്റം എന്ന് പറയുന്ന കവിത വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവിതയാണ്. അത് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ടുള്ള കവിതയാണ്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് സാധാരണഗതിയിൽ പറയുന്ന ഐതിഹ്യത്തിൽ നിന്നും മാറി തന്റേതായ ഒരു ഐതിഹ്യം നൽകുകയാണ് ഗോവിന്ദൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഗോവിന്ദൻ ചെയ്യുമ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ സാഹിത്യത്തെ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മലയാള സാഹിത്യം വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നവോത്ഥാന പാരമ്പര്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമായിട്ടാണ് അദ്ദേഹം കൂടുതലും ഊന്നൽ നൽകുന്നത്. 3 തരത്തിലുള്ള തുള്ളലുകളാണ് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ചത് നമുക്കറിയാം. ഓട്ടൻ തുള്ളൽ, അത് പ്രധാനമായിട്ടും അതിന്റെ പ്രയോഗ രീതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഓട്ടൻ എന്ന് പറയുന്ന പേര് വരുന്നത്, വളരെ പെട്ടെന്ന് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്. അതിൽ മറ്റ് 2 തുള്ളലുകളും, ചീതങ്കൻ തുള്ളലും പറയൻ തുള്ളലും, ജാതിപരമായ പരാമർശം നേരിട്ടുള്ളതാണ്. പുണ്യ പരാമർശങ്ങൾ നേരിട്ടുള്ള ശീതങ്കൻ തുള്ളലും, സംഭവ പറയ പരാമർശങ്ങൾ നേരിട്ടുള്ളതാണ് പറയൻ തുള്ളലും. ഇതാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. ഇത് ആവിഷ്കരിക്കുന്നതിന്റെ പശ്ചാത്തലമാണ് അത് ഏറ്റവും ജാതി ശ്രേണീബദ്ധമായ ഒരു കേരളീയ സമൂഹത്തിൽ അത്തരം ജാതി ശ്രേണി ബന്ധങ്ങളെ ഉപരിപ്ലവമായ രീതിയിൽ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടില്ലാത്ത ഒരു ജനതയോട് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ
താൻ കടം കൊള്ളുന്നത് പറയ പുലയ സമുദായങ്ങളുടെ പദസഞ്ചയത്തിൽ നിന്നും സാംസ്കാരിക സഞ്ചയത്തിൽ നിന്നുമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു കവിതയാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത്. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു വരിയുണ്ട്. പറയാൻ ഇത്തിരി ഉറയാനും പറയക്കണി കൈത്തിരി എന്നാണ്. പറയക്കണി പറയാനും ഉരയാനും പറയാനുള്ളത് ഉറയാനും തുള്ളാനും. പറയക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വാച്യാർത്ഥത്തിൽ പറയാ സമുദായത്തിലുള്ള ഒരാളെ കണി കാണുക എന്ന അർത്ഥത്തിൽ എടുക്കാം. പക്ഷെ അദ്ദേഹം അതിന്റെ ടിപ്പണിയായി അദ്ദേഹം പറയുന്നത് ഈ കണി എന്ന് പറയുന്ന ദർശനമാണ് എന്നാണ്. അതായത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ശക്തമായ ഒരു ധാരയെ പ്രതിനിധാനം ചെയ്യുന്നത് പറയ ദർശനമാണ്, ആ പദസഞ്ചയമാണ്, ആ സാംസ്കാരിക സഞ്ചയമാണ് എന്ന് ഈ കവിതയിൽ അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ അർത്ഥത്തിൽ അത്ര ശക്തമായി ഈ നവോത്ഥാന പാരമ്പര്യത്തെ നവോത്ഥാനന്തര സാഹിത്യത്തിലേക്ക് ആരും തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചതായിട്ട് എനിക്കറിയില്ല. അതിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത്, കേൾക്കാൻ ഇമ്പമില്ല ചൊല്ലാനും കേളികൊട്ടായി നാട്ടിലെമ്പാടും താണ നമ്പൂരിയെ തഴഞ്ഞു നമ്പ്യാർ വാണു താണപ്പറയന്റെ തറയിൽ എന്നാണ് കവിതയിൽ ഗോവിന്ദൻ പറയുന്നത്. ഇതിനകത്ത് വളരെ വളരെ വ്യക്തമായ ചില ചരിത്ര രേഖകൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചൊല്ലാൻ ഇമ്പമില്ലെങ്കിലും ആടിക്കാളിക്കാൻ ഇമ്പമില്ലെങ്കിലും താണ നമ്പൂരിയെ വിട്ട്, ആരാണ് ഈ താണ നമ്പൂരി? താണ നമ്പൂരി എന്ന് പറയുന്നത് ചാക്യാരാണ്. ചാക്യാർ എന്ന് പറയുന്ന ഒരു അവാന്തര ജാതി ഉണ്ടാവുന്നത് നമ്പൂതിരിക്ക് ഒരു അധമത്വം സംഭവിച്ചിട്ടാണ്. ഏതോ ഒരു നമ്പൂതിരിക്ക്, കാരണം ഈ അവാന്തര ജാതികളുടെ ഒരു വലിയ കാഴ്ചബംഗ്ലാവായിരുന്നല്ലോ 19ാം നൂറ്റാണ്ടിലെയും അതിനു മുമ്പുമുള്ള കേരളം എന്ന് പറയുന്ന ജാതികളും അവാന്തര ജാതികളും. തകഴിയുടെ കയറൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ശീലാന്തിപ്പള്ളിയിൽ നിന്ന് ആ സ്ത്രീ വരുമ്പോൾ അവരെ വീടിന് പുറത്തിരുത്തിയാണ്, അവരും നായരാണ് ഇവരും നായരാണ്, പക്ഷെ അവരെ വീടിന് പുറത്തിരുത്തിയാണ് ഊണ് കൊടുക്കുന്നത്. കാരണം അവാന്തര വിഭാഗങ്ങൾ അത്രയ്ക്ക് ശക്തമായിരുന്നു. ഇങ്ങനെയുള്ള എത്രയോ കഥകൾ നമുക്കറിയാം. അതാ ജാതിശ്രേണി ഗോത്രതലം വരെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു വളരെ സവിശേഷമായ ഒരു ജാതി വ്യവസ്ഥിതി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പി കെ ബാലകൃഷ്ണനും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ താണ നമ്പൂരി, ചാക്യാരെയാണ് താണ നമ്പൂരി എന്ന് പറയുന്നത്. താണ നമ്പൂരിയെ വിട്ട് വാണു താണുപ്പറയന്റെ തറയിൽ എന്നാണ്. കുഞ്ചൻ നമ്പ്യാര് പോകുന്നത് ഒരു ക്ഷിപ്ര കോപത്തിന്റെ പേരിൽ, മിഴാവ് കൊട്ടുമ്പോൾ പേരിൽ ചാക്യാരി ശാസിക്കുകയും അതിന്റെ പേരിൽ തുള്ളൽ നടത്തുകയുമാണ് ചെയ്യുന്നത് എന്ന ഒരു ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്ര കഥയെ നിരാകരിച്ചുകൊണ്ട് അതിനെപ്പറ്റി യാതൊരു പരാമർശവും ഈ കവിതയിലില്ല. മറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇത്തരത്തിൽ താണുപ്പറയന്റെ തറയിലേക്ക് പോകാൻ ഒരു കാരണമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നതിന് വിശദീകരിക്കുന്നതിന് മുൻപ് നമ്മൾ അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രശ്നം അദ്ദേഹത്തിന്റെ അമ്മയോട് അവതരിപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ അമ്മയെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് ഈ പ്രശ്നങ്ങളോട് സുവ്യക്തമായ സമീപനമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കുഞ്ചൻ ഇങ്ങനെ പോയാൽ 5 ഒടുവിൽ എന്താവോ? ഉടലില്ലാതെ പറയൻ തുള്ളൽ ഒടിവിദ്യയും പഠിച്ചുവോ എന്നാണ് തിരിച്ചു വരുന്ന കുഞ്ചൻ നമ്പ്യാരോട്, ഇതെല്ലാം പഠിക്കാൻ പോയ കുഞ്ചൻ നമ്പ്യാരോട്. ഇപ്പൊ നമുക്കറിയാം ചെങ്ങന്നൂരാദിയുടെ കഥയുണ്ട്. അതിൽ അദ്ദേഹം ഈ പറവിദ്യകൾ പഠിച്ച ഒരു വലിയ യോദ്ധാവാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, മറ്റൊരു പ്രഭാഷണത്തിൽ വളരെ വിശദമായി ഞാനത് ഹിസ്റ്ററി കോൺഗ്രസിന്റെ പ്രഭാഷണത്തിൽ ഈ പ്രാക് നവോത്ഥാന കാലഘട്ടത്തിലെ മലയാള സാംസ്കാരിക ഭാവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പ്രഭാഷണം ഞാൻ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇവിടെ കടക്കുന്നില്ല. അത് ഇവിടെ പറയുന്നത് ഈ ഒടിവിദ്യയും പറയുന്നുള്ളലും പഠിച്ചുവോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, അമ്മ അദ്ദേഹത്തെ ഒന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പക്കത്ത് പഴഞ്ചോറ് ഒക്കത്ത് പനന്താള്, വാക്കിൽ ശീതങ്കൻ ചിന്ത് 4-5 നാഞ്ചിനാട്ടിൻ ശീലച്ചിന്ത് എന്നാണ്. ഇതിലേറ്റവും പ്രധാനം പക്കത്ത് പഴഞ്ചോറ് ഒക്കത്ത് പനന്താള്, കാരണം എഴുതണമല്ലോ, പനന്താളിലാണല്ലോ എഴുതുന്നത്. വാക്കിൽ ശീതങ്കൻ ചിന്ത്, പുലയ പറയ സമുദായത്തിന്റെ സംഭാഷണമാണ്, വാക്കാണ്, ആ പദസഞ്ചയമാണ് കുഞ്ചൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല, 4-5 നാഞ്ചുനാട്ടിൻ ശീലച്ചിന്ത്. ഈ നാഞ്ചുനാട് എന്ന് പറയുന്നത് തെക്കൻ കേരളം. തെക്കൻ കേരളത്തിലാണ് ഏറ്റവും വലിയ സാമൂഹിക പ്രക്ഷോഭങ്ങൾ, ജാതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത്. അവിടെ പോയി അദ്ദേഹം ഈ സംസ്കാരം പഠിക്കുകയാണ്. പറയ സംസ്കാരം പഠിച്ചിട്ട് വരുന്ന ഒരു കുഞ്ചൻ നമ്പ്യാരെയാണ് അമ്മ കാണുന്നതായിട്ട് ഗോവിന്ദൻ ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഈ കവിത എഴുതാനുള്ള പശ്ചാത്തലമായി ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന പുതിയ മിത്ത് എന്താണ്? അദ്ദേഹം കവിതയിൽ ഒരു പുതിയ മിത്ത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ പുതിയ മിത്ത് എന്താണെന്ന് വെച്ചാൽ, സ്വപ്നത്തിൽ ശ്രീകൃഷ്ണൻ വന്ന് കുഞ്ചൻ നമ്പ്യാരോട് സംസാരിക്കുകയാണ്. എന്താണ് ശ്രീകൃഷ്ണൻ സംസാരിക്കുന്നത് എന്ന് വളരെ വളരെ പ്രസക്തമാണ്. ഇന്നത്തെ കാലത്ത് പോലും വളരെ പ്രസക്തമായ ഒരു വരിയാണ്. 60കളിൽ
തന്നെ ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. ശ്രീകൃഷ്ണൻ കുഞ്ചൻ നമ്പ്യാരോട് പരാതി പറയുകയാണ്. തന്ത്രികൾ ചരടിൽ ബലാത്കാരം ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്നെ എപ്പോഴേ 2 മാസം പിന്നെ ശുദ്ധി കലശമായി ഭ്രാന്താണ് എനിക്കെന്ന മട്ടിലെ സേവകൾ എന്നാണ്. തന്ത്രിമാർ നമുക്കറിയാം, അത് ശബരിമലയിലായാലും ശ്രീപത്മനാഭ ക്ഷേത്രത്തിലായാലും എവിടെയാണെങ്കിലും തന്ത്രിമാർ ചെയ്യുന്നത് എന്താണ് എന്ന് ഭഗവാനെ കൊണ്ട് 60കളിൽ തന്നെ തന്ത്രിമാർ ചെയ്യുന്നത് ബലമായി മന്ത്രച്ചരടിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ദൈവത്തെ. എങ്ങനെയാണ്? 2 മാസം പിന്നെ ശുദ്ധി കലശമായി, അവർക്ക് തോന്നുമ്പോഴൊക്കെ ശുദ്ധി കലശം. എന്നിട്ടോ ഭ്രാന്താണ് എനിക്കെന്ന മട്ടിലെ ദൈവത്തിന് ഭ്രാന്താണ് എന്ന് മറ്റ് സാമാന്യ നിരീക്ഷകർക്ക്, പുറത്തു നോക്കുന്നവർക്ക് ദൈവത്തിന് ഭ്രാന്താണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കോലം കെട്ടാണ് യഥാർത്ഥത്തിൽ തന്ത്രിമാര് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് എന്ന് തന്ത്രിമാരെ ഈ രീതിയിൽ കേരള ജനതയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നിട്ടില്ലാതിരുന്ന 60കളിൽ ഗോവിന്ദൻ സൂചിപ്പിക്കുന്നത്. അത് സൂചിപ്പിക്കാൻ ഗോവിന്ദനെ പ്രാപ്തനാക്കുന്നത് ഈ നവോത്ഥാനന്തര ഘട്ടത്തിലേക്ക്, നവോത്ഥാനന്തര ചിന്തയുടെ ഒരു വലിയ പ്രബലമായ ഒരു ധാരയെ ഗോവിന്ദന് ആനയിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ആധുനികതയുടെ ചരട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനം. എന്ന് മാത്രമല്ല, ശ്രീകൃഷ്ണൻ അദ്ദേഹത്തോട് പറയുന്നത്, ഞാനിപ്പോൾ അമ്പലത്തിന് പുറത്താണ്, ഈ അമ്പലത്തിന് പുറത്തായ എന്നെ നിങ്ങൾ അമ്പലത്തിനകത്ത് കയറ്റണം. അമ്പലത്തിനകത്ത് കയറ്റാനുള്ള നിങ്ങളുടെ മാർഗം എന്താണ്? ഈ അമ്പലം തന്നിൽ എനിക്ക് പ്രവേശനം കുഞ്ഞിന്റെ തുള്ളൽ കല കൊണ്ട് നേടണം എന്റെ ലക്ഷ്യവും എന്ന് ശ്രീകൃഷ്ണൻ സ്വപ്നത്തിൽ കുഞ്ചൻ നമ്പ്യാരോട് പറയുകയാണ്. പക്ഷെ അതിന്റെ കാരണമുണ്ട്. എന്താണ് അകത്ത് കയറേണ്ടത്? അകത്ത് കയറേണ്ടത് പുറത്തു നിർത്തപ്പെട്ടിട്ടുള്ള പറയ കലയാണ് എന്ന്, പറയ സംസ്കാരമാണ് എന്ന് ശ്രീകൃഷ്ണനെ കൊണ്ട് ഗോവിന്ദൻ പറയിപ്പിക്കുകയാണ്. മുൾക്കീടങ്ങളില്ല, മുളഞ്ചിന്ത് തൊപ്പികൾ, പൂക്കളാൽ തൂങ്ങിയ തോൾവള, പട്ടില്ല പൊന്നില്ല കുങ്കുമപ്പൊട്ടില്ല, ഗോട്ടുവാദ്യങ്ങളും ഗോമേതകങ്ങളും, മുട്ടോളമെത്തുന്ന കച്ചയിൽ പച്ചകൾ ഒട്ടിപ്പിടിച്ച കരിമ്പനമേനികൾ. പച്ചകൾ ഒട്ടിപ്പിടിച്ച കരിമ്പനമേനികൾ ആരാണെന്ന് അമ്പലപ്പുഴയിലും അതുപോലെ തന്നെ ചെങ്ങന്നൂരും തിരുവല്ലയിലും ഒക്കെ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും പ്രായമുള്ളവർ. പൂക്കിൽ പറകളിൽ താക്കലും ഉൾത്തുടി പൊപ്പം കുഴൽ വെച്ച് പാടിയും ആടിയും, ഉച്ചക്കുരലിന്റെ ഉത്സവക്കോളുകൾ, ഊറ്റങ്ങൾ ഊറ്റിയ കൂറ്റിൽ അരുളുകൾ, പന്തം തെളിയുന്ന പറയന്റെ തുള്ളലിൽ അന്തവുമാതിയുമറ്റേ മുഴുകി ഞാൻ എന്നാണ്. പന്തം തെളിയുന്ന പറയന്റെ തുള്ളലിൽ അന്തവും ആദിയുമറ്റ് മുഴുകി ഞാൻ എന്ന് ദൈവം പറയുകയാണ് കുഞ്ചൻ നമ്പ്യാരോട്. അതുകൊണ്ട് ഈ കലയെ വേണം അമ്പലത്തിനകത്തേക്ക് ആനയിക്കേണ്ടത്. അങ്ങനെ മാത്രമേ എനിക്ക് എന്ന് ക്ഷേത്രപ്രവേശനം ഇവർക്ക് സാധ്യമാവുന്നുവോ അന്ന് മാത്രമേ, അല്ലെങ്കിൽ ഈ കലയ്ക്ക് സാധ്യമാവുന്നുവോ അന്ന് മാത്രമേ ഞാൻ ക്ഷേത്രത്തിനകത്തുള്ളൂ എന്ന് ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഗോവിന്ദൻ ചെയ്യുന്നത്. അപ്പോ ആ അരങ്ങേറ്റം എന്ന് പറയുന്ന കവിത ആ അർത്ഥത്തിൽ ഒരു പുതിയ മിത്ത് സൃഷ്ടിക്കുന്നു എന്നുള്ളത്, ആ മിത്ത് സൃഷ്ടിക്കുന്നതിനാണ്. മിത്ത് എങ്ങനെ വേണമെങ്കിലും സൃഷ്ടിക്കാം. ആധുനിക മിത്തുകൾക്ക്, സാഹിത്യകാരന്മാർക്ക് ആധുനിക മിത്തുകൾ സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷെ ആധുനിക മിത്തുകൾ സൃഷ്ടിക്കുമ്പോഴത്തേക്കും ചരിത്രത്തിൽ നിന്ന് അദ്ദേഹം എടുക്കുന്ന നൂലുകൾ നോക്കുക. ആ ചരിത്രത്തിൽ അദ്ദേഹം വരുത്താൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള സാമാന്യ ധാരണകളെ, അല്ലെങ്കിൽ ബ്രാഹ്മണാധീശത്വ ധാരണകളെ കുളിച്ചെഴുതുന്ന തരത്തിലുള്ള ഒരു പുനർനിർമ്മിതി, യഥാർത്ഥത്തിലുള്ള ഡീകൺസ്ട്രക്ഷൻ ഇതല്ലേ? നമ്മൾ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു വിമർശനമല്ലോ. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ ചിന്തകൾ പറഞ്ഞിട്ടുള്ളത്, നാം ഒരാളെ ചേർത്തണയ്ക്കുന്നത് പോലെയാണ് ഡീകൺസ്ട്രക്ഷൻ എന്നാണ്. വിനിർമ്മിതി എന്ന് പറയുന്നത് ഒരു ചേർത്തണയ്ക്കലാണ്, അല്ലാതെ നിരസിച്ച് തള്ളലല്ല. നിരസിച്ച് തള്ളുകയല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് അദ്ദേഹം അതിനെ ചേർത്ത് പിടിക്കുകയാണ്. അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി അദ്ദേഹം ആ നവോത്ഥാന പാരമ്പര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊള്ളുകയാണ്. ആ നവോത്ഥാന പാരമ്പര്യത്തിന്റെ പുനർസൃഷ്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഒരു പുതിയ മിത്തിനെ സൃഷ്ടിക്കുന്നത് തന്നെ. അത്തരത്തിൽ പ്രസക്തമായ ഒരു സാമൂഹിക മിത്ത് അദ്ദേഹം പുനരാനയിക്കുന്നതിന്റെ ചരിത്രത്തിൽ നിന്ന് കുഞ്ഞൻ നമ്പ്യാരെ മാത്രമേ അദ്ദേഹം യഥാർത്ഥത്തിൽ എടുക്കുന്നുള്ളൂ, ആ കലയെ മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് തന്നെ അറിയാം, അദ്ദേഹത്തിന്റെ തുള്ളലിന്റെ ആകമാനം തന്നെ ഇത്തരം പദങ്ങളുണ്ട്. നേരിട്ട് തന്നെ അദ്ദേഹം ഭടജനങ്ങളുടെ വേണ്ടിയുള്ള ഒരു ഭാഷ, ചാരുകേരള ഭാഷ എന്നുള്ളതിൽ കവിഞ്ഞ ആ ചാരുകേരള ഭാഷ, ഈ ഭടജനങ്ങൾ എന്നുള്ളതും ഈ പടയണി എന്ന് പറയുന്നത് ഒരു പറയ കലയാണ്. ഭടജനങ്ങളുടെ പടയണിക്ക് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ നേരിട്ട് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഈ കല ഉത്ഭവിച്ചത് കേരളത്തിന്റെ സഞ്ചിതമായ പറയ സംസ്കാരത്തിൽ നിന്നാണ്, പുലയ സംസ്കാരത്തിൽ നിന്നാണ്, ദളിത് സംസ്കാരത്തിൽ നിന്നാണ് എന്ന് അതിൽ നിന്നെടുത്ത അത്തരത്തിലൊരു കല മാത്രമേ സ്വാംശീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ആ സ്വാംശീകരിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തെ വിനിർമ്മിക്കുകയാണ്, ഡീകൺസ്ട്രക്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദൻ ഈ കവിതയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കവിതയാണ് ഈ നോക്കുകുത്തി എന്ന് പറയുന്ന കവിത. ഈ നോക്കുകുത്തി എന്ന് പറയുന്ന കഥ 2 തലങ്ങളുണ്ട് അതിന്. ഒന്ന്, നമ്മൾ സാമാന്യമായ ഐതിഹ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയുണ്ട്. ആ ഐതിഹ്യത്തിൽ പറയുന്ന കഥയിൽ നിന്ന് ഒരു ബീജം എടുക്കുകയും
അതിനെ പൊട്ടിച്ച് മറ്റൊന്നാക്കി മാറ്റുകയുമാണ് ഗോവിന്ദൻ ഈ നോക്കൂത്തി എന്നുള്ള കഥയിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിലെ കഥ അക്കിരാമൻ എന്ന് പറയുന്ന വേളി കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ബ്രാഹ്മണൻ, ഒരു നമ്പൂതിരി, അദ്ദേഹം ഒരു വാരസ്യാരുമായി പ്രണയത്തിലാവുകയും, പ്രണയം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ അന്നത്തെ കാലത്തുള്ള ഒരു വികാരമല്ല, അവരുമായി സമൂഹത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചു എന്നതിൽ കവിഞ്ഞ ഒരു ധാരണ ഇല്ലാത്ത ഒരു സമൂഹമാണ് ഈ ഐതിഹ്യത്തിന്റെ കാലത്തിലെ സമൂഹം. അവിടെ അദ്ദേഹം പ്രണയം അധ്യാരോപിക്കുന്നു. കാരണം ഈ വാരസ്യാര് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അക്കിരാമൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ബലമായി എടുക്കാനുള്ള അധികാരമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എന്നെ ബലമായി അധികാരത്തിലൂടെ എടുക്കുകയാണോ അതോ നിങ്ങൾ എന്നെ പ്രണയിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ഈ അക്കിരാമൻ ഞാൻ നിങ്ങളെ പ്രണയിക്കുകയാണ് എന്ന് പറയുന്നതിലൂടെയാണ് ആ ബന്ധം സാധ്യമാകുന്നത്. മറിച്ച് ഇതിനു മുൻപുള്ള ഈ കഥയുടെ മൂലകഥ എന്ന് പറയുന്നത്, വെളി കഴിഞ്ഞ ഈ അക്കിരാമൻ ഈ വാരസ്യാരുമായിട്ട് ബന്ധപ്പെടുകയും എന്തോ കാരണം കൊണ്ട് ഈ വാരസ്യാർ മരിച്ചു പോവുകയും ആ മരിച്ചുപോയ വാരസ്യാരുടെ തലയോട്ടി വീടിന്റെ മുൻപിലത്തെ മാവിൽ കൊണ്ടുവന്ന് ഈ അക്കിരാമൻ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെക്കുന്നത് ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സഹിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സഹിക്കാഞ്ഞത് കൊണ്ട്, അദ്ദേഹത്തിന്റെ വേളിക്ക് സഹിക്കാഞ്ഞത് കൊണ്ട് അവരത് പാലിൽ കലക്കി, കഞ്ഞിയിലോ പാലിലോ മറ്റോ കലക്കി പൊടിച്ച് ഇദ്ദേഹത്തിന് കൊടുത്തു എന്നും, പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം ഇറന്നു നോക്കിയപ്പോൾ ഇത് കാണുന്നില്ല, എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അവരെ പിരിയാൻ വയ്യാത്തതല്ലേ, അതുകൊണ്ട് ഞാനത് നിങ്ങളുടെ കഞ്ഞിയിൽ കലക്കി തന്നു എന്ന് പറയുകയും അത് കേട്ട് ഇദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്തു എന്നാണ് മൂലകഥ. ഗോവിന്ദൻ അതിന് വരുത്തുന്ന ഒരു പരിണാമം എന്ന് പറയുന്നത്, പരിവർത്തനം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. ഇതിലെ ഈ പ്രണയത്തിന്റെ അംശത്തിന് ചരിത്രപരമായി പ്രാധാന്യം അന്നത്തെ സമൂഹത്തിൽ ഇല്ലാത്ത പ്രണയം എന്ന സങ്കല്പത്തെ അധ്യാരോപിക്കുന്നത് കൂടാതെ അതിന് മറ്റൊരു അലൗകിക തലം കൂടി നൽകാനായിട്ട് ഗോവിന്ദൻ ശ്രമിക്കുന്നുണ്ട്. ഗോവിന്ദൻ അത് ചെയ്യുന്നത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഒരു സവിശേഷ തലം എന്ന് പറയുന്നത് കേവലമായ ലൈംഗികാനുഭവത്തിന്റെ തലമല്ലെന്നും അതിനപ്പുറത്തുള്ള വിലോപനങ്ങളുടെയും അതിനപ്പുറത്തുള്ള കാമനകളുടെയും സ്വതന്ത്രമായ ഒരു പ്രതലം അതിനുണ്ട് എന്നും മനസ്സിലാക്കിക്കുവാൻ കൂടിയാണ് ഗോവിന്ദൻ ശ്രമിക്കുന്നത്. ഈ കഥയുടെ അവസാന ഭാഗത്തുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്, തുടക്കത്തിൽ തന്നെ ഈ വാരസ്യാരുമായിട്ടുള്ള ഇദ്ദേഹം വിവാഹം കഴിക്കാതെ ഈ വാരസ്യാരെ പ്രണയിച്ചു നടക്കുന്നത് നാട്ടിലൊരു പരിഹാസ ചിത്രമാക്കുന്നുണ്ട് ഈ അക്കിരാമനെ. അക്കിരാമൻ ജാതിയെ തുടക്കത്തിൽ തന്നെ എതിർക്കുന്ന ഒരാളായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതിനൊരു പരിസമാപ്തി കൊടുക്കുന്നത് ഈ അക്കിരാമന്റെ ഈ എന്താ പറയുക അന്നത്തെ സമകാല ബലതന്ത്രത്തെ, ജാതി ബലതന്ത്രത്തെ വെല്ലുവിളിക്കാനുള്ള ഐതിഹ്യത്തിൽ തന്നെ ഉണ്ടത്. ഐതിഹ്യത്തിൽ അത് വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത് ചെയ്യുന്നത്. കാരണം വേളി കഴിച്ച ഒരാളിന് സമ്പത്തിന് പോകാൻ അവകാശമില്ല നമ്പൂതിരി സമുദായത്തിനുള്ളിൽ. അതാണ് അവിടുത്തെ ഒരു ഐതിഹ്യത്തിലെ പ്രധാന പ്രശ്നം. അതാണ് ഐതിഹ്യത്തിലെ പ്രധാന പ്രശ്നം, ഒരു ജാതി ആചാരം ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതല്ലാതെ പ്രണയത്തിന്റെ ഒരു ഉച്ഛൃംഖലത്വം ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതല്ല. ആ ജാത്യാചാരത്തിന്റെ പ്രശ്നത്തെയാണ് ഗോവിന്ദൻ മാറ്റിമറിക്കുന്നത്. അങ്ങനെ മാറ്റിമറിക്കുക മാത്രമല്ല, കവിതയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം ഇത് സംഭവിക്കുമ്പോൾ, അമ്മയോ ഭാര്യയോ ഇത് കലക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ആ തലയോട് എടുത്തുകൊണ്ട് അതിന്റെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അക്കിരാമൻ നടക്കുകയാണ്. തലയോട് നെഞ്ചിലെടുത്തു വെച്ച്, ചിരബോധിൽ തോളിലെടുത്തു വെച്ച്, പടിക്കലെ കടമ്പ മറകടന്ന് പറയന്റെ കൂരയിൽ ചെന്നു രാമൻ എന്നാണ്. ഇത് സാധാരണഗതിയിൽ അദ്ദേഹം ഈ പഴയ മിത്താണ് അദ്ദേഹം ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ആവശ്യമില്ലാത്ത ഒരു അനുബന്ധമാണ്. പക്ഷെ തുടക്കം മുതൽ തന്നെ ഈ പ്രശ്നം ഇവിടുത്തെ നമ്പൂതിരിയും ശൂദ്രനും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല, ഒരു നമ്പൂതിരി യുവാവും ശൂദ്ര സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ജാത്യാചാരത്തിന്റെ പ്രശ്നമാണ് എന്ന്, ജാത്യാധീശത്വത്തിന്റെ പ്രശ്നമാണ് എന്ന് തുടക്കത്തിൽ തന്നെ പറയുകയാണ് ഗോവിന്ദൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പരിസമാപ്തിയിലേക്കാണ് ഗോവിന്ദൻ കവിതയെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറയുന്നത്, പഴയ തൊപ്പിക്കുട തലയിൽ വെച്ച് പടിഞ്ഞാറൻ ദിക്കിനെ പോൽ പകച്ച് പറയന്റെ കൂരയിൽ ചെന്നു രാമൻ എന്നാണ്. പറക്കുട്ടിപ്പീഠത്തിൽ തലയോട് പതുക്കെ പ്രതിഷ്ഠിച്ചു ചൊല്ലി രാമൻ എന്നാണ്. അതായത് ഈ പറക്കുട്ടി എന്ന് പറയുന്നത് പറയ ദൈവമാണ്. പറയ ദൈവത്തിന്റെ പീഠത്തിലാണ് ഈ തലയോട്ടി അക്കിരാമൻ പ്രതിഷ്ഠിക്കുന്നത്. അതായത് ഈ ജാത്യാതീത സംസ്കാരത്തിന് മനസ്സിലാവാത്ത മനുഷ്യബന്ധത്തിന്റെ സങ്കീർണമായ സൂക്ഷ്മമായ ഒരു വശത്തെ ജനസംസ്കാരത്തിന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന്
ഗോവിന്ദൻ വിശ്വസിക്കുന്നതിന്റെ ഒരു പ്രതിസ്ഫുരണമായിട്ടാണ് ഈ കവിത അവസാന ഭാഗത്ത് വികസിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇത് സ്വാഭാവികമായിട്ടും അന്നത്തെ ബ്രാഹ്മണ ആധിപത്യത്തിന്റെ വക്താക്കളെ ചൊടിപ്പിക്കുന്നുണ്ട്. അവർ പ്രതിഷേധിക്കുന്നുണ്ട്, അവർ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ പറക്കുട്ടി എന്ന് പറയുന്ന ദൈവം വളരെ പ്രധാനപ്പെട്ട ഒരു ദ്രാവിഡ ദൈവമാണ്. ഇന്ന് പിന്നീട് നമ്പൂതിരിയെ മനുഷ്യനാക്കുക നമ്മൾ പറയാറുള്ളൂ. അതിന്റെ ചില മിറർ ഇമേജുകൾ മറുവശത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും ഒരു ശരാശരി മനുഷ്യനെ, കേരളീയ നവോത്ഥാനം ഒരു ശരാശരി മനുഷ്യനെ നിർവചിക്കുകയും ആ ശരാശരിക്ക് മുകളിൽ ഉണ്ടായിരുന്നവരെ അതിലേക്ക് മനുഷ്യനായി കൊണ്ടുവരികയും അതിന് താഴെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നവരെ അതിന് മുകളിൽ ലെവലിംഗ് അപ്പ് ആൻഡ് ലെവലിംഗ് ഡൗൺ എന്ന പോലെയാണ് നവോത്ഥാനം ഒരു ഘട്ടത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ശരാശരിയെ നിർമ്മിച്ചിരുന്നത് എന്ന ഒരു വിമർശനം നമുക്കിതിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിലൊരു ശരാശരി മനുഷ്യനെ സങ്കല്പിക്കുമ്പോൾ ഈ ലെവലിംഗ് അപ്പ് ആൻഡ് ലെവലിംഗ് ഡൗൺ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കുക. അത് കൂടുതൽ ഗഹനമായ ചർച്ച ആവശ്യമുള്ള ഒരു വിഷയമാണ്. നവോത്ഥാനം എങ്ങനെയാണ് മനുഷ്യൻ എന്ന് കണ്ടത്, നമ്പൂതിരിയെ മനുഷ്യനാക്കി എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനെയാണ് ആയിട്ടാണ് നമ്പൂതിരിയെ മാറ്റിയത് എന്ന് തിരിച്ചു ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ അത് അർപ്പിക്കുന്നുണ്ട് നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, പക്ഷെ അതിന്റെ ചില സൂചനകൾ ഇവിടെയുണ്ട്. അപ്പൊ ഈ നമ്പൂതിരിമാര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തിറതുള്ളുന്നവരുടെ തേറ്റമല്ല തിരുമേനിമാരുടെ തീരുമാനം, കോലോത്തും ഇല്ലത്തും ഉള്ളവർക്ക് കാലം കളിച്ചൊട്ടിൽ കളിപ്പന്ത് എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. കോലോത്തും ഇല്ലത്തും ഉള്ളത്തോർക്ക് കാലം കളിച്ചൊട്ടിൽ കളിപ്പന്ത്. ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ, കേരളത്തിന്റെ അധികാര ബന്ധത്തെ കാൽപന്ത് പോലെ തട്ടിക്കളിച്ചിരുന്ന ഒരു വിഭാഗത്തെ കുറിച്ചുള്ള രൂക്ഷമായ ഒരു വിമർശനമാണ് അദ്ദേഹം അവിടെ തീർക്കുന്നത്. ഇത് പറക്കുട്ടി ദൈവത്തിന്റെ പൂജാരി, അദ്ദേഹത്തിന്റെ ആ പ്രീസ്റ്റിന്റെ വീട്ടിലേക്കാണ് അക്കിരാമൻ ചെല്ലുന്നത്. പുരോഹിതന്റെ വീട്ടിലേക്കാണ്, പുരോഹിതന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം ചെല്ലുന്നത്. കാരണം ഈ കർമ്മങ്ങളുടെ മറ്റൊരു തലമാണ് അവിടെ അദ്ദേഹം. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മതബദ്ധത എന്ന് പറയുന്നത് പൂർണ്ണമായും മതവിരുദ്ധമായിട്ടുള്ള ഒന്നല്ല. അദ്ദേഹം ഈ ഭൂരിപക്ഷ മത അധീശത്വത്തെ ഒരു ഭാവി രാഷ്ട്രീയത്തിന്മയായി ശക്തിയായി കണ്ടിരുന്നുവെങ്കിൽ പോലും മതബദ്ധതയുടെ സങ്കീർണമായ ചില വശങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്തയിൽ എന്നുള്ള രീതിയിലല്ല ആ കവിത മനസ്സിലാക്കപ്പെടേണ്ടത്. അങ്ങനെയല്ല ആ കവിത. ആ കവിതയുടെ ആത്യന്തികമായ ഒരു ധ്വനി എന്ന് പറയുന്നത് അതല്ല. മറിച്ച് പുരോഗമനത്തിന്റെ കൂടെ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് പഴയതിനെ പലതിനെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്നുള്ള ഒരു ദാർശനിക തലമാണ് ബാലമണിയമ്മ ആ കവിതയിൽ ആവിഷ്കരിക്കുന്നത്. അപ്പൊ അത്തരത്തില് ഗഹനമായ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഒരു കവയത്രി എഴുതിയ ഒരു കവിതയോടുള്ള ഒരു പ്രതികരണം കൂടിയാണ് യഥാർത്ഥത്തിൽ മേനക എന്ന് പറയുന്നത്. വിശ്വാമിത്രൻ എന്ന ബാലമണിയമ്മയുടെ കവിതയിൽ മേനക വളരെ പാർശ്വവൽകൃതമായ രീതിയിൽ മാത്രമേ കടന്നു വരുന്നുള്ളൂ. എന്നാൽ മേനകയാണ് ഗോവിന്ദന്റെ കവിതയിലെ മുഖ്യ കഥാപാത്രം. മേനക ഒരു സെഡക്ട്രസ് ആണ്, വിലോഭനത്തിന്റെ ശക്തിയാണ്, സർവേശ്യാണ്. അവരുടെ ദൗത്യം തന്നെ വിലോഭിപ്പിക്കുക എന്നുള്ളതാണ്, പ്രലോഭിപ്പിക്കുക എന്നുള്ളതാണ്. അതിലവർക്ക് കുറ്റബോധമില്ല. വിലോഭനത്തിന്റെ രാഷ്ട്രീയത്തിന് നമ്മൾ കുറ്റബോധത്തോടെ കാണേണ്ടതില്ല എന്ന് സർപ്പം എഴുതിയ ഗോവിന്ദൻ മേനകയിലൂടെ കൂടുതൽ ശക്തമായി പറയുകയാണ്. വിലോഭനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം തന്നെയാണ്. അത് കാമനയുടെ രാഷ്ട്രീയമാണ്. അത് ഒളിച്ചു വെക്കപ്പെടേണ്ടതല്ല, ദമിപ്പിക്കപ്പെടേണ്ടതല്ല, മറച്ചു വെക്കപ്പെടേണ്ടതല്ല. അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു രാഷ്ട്രീയ ധാരയാണ് എന്ന് ഗോവിന്ദൻ വളരെ ശക്തമായി തന്നെ പറയുകയാണ് ചെയ്യുന്നത്. ഇതിലെ വിശ്വാമിത്രൻ ആദ്യകാലത്ത് അംഗീകരിക്കുന്നുണ്ട്, പിന്നീട് അദ്ദേഹം ഇതിനെ എതിർക്കുന്നുണ്ട്. നീ എന്നെ പ്രലോഭിപ്പിക്കാൻ വന്നവളാണ് എന്ന് പറഞ്ഞ് ശകാരിക്കുമ്പോൾ മേനക ചെയ്യുന്നത് എന്താണ്? മേനക പറയുന്നത്, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, നിങ്ങളൊരു രാജാവല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ബ്രാഹ്മണ്യത്തിന്റെ ചുമട് ചുമക്കുന്നത്? നിങ്ങൾ രാജാവല്ലേ, പോയി നാട് ഭരിക്കൂ മനുഷ്യ. ഇങ്ങനെ കാട്ടിൽ വന്ന് ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായി നടക്കാതെ നിങ്ങൾ പോയി നാട് ഭരിക്കുക എന്ന് മേനക പറയുന്നുണ്ട്. ഈ മേനക എന്ന് പറയുന്ന ഒരു ബിംബം നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഗോവിന്ദൻ ഇത് കൊണ്ടുവന്നത് എന്നുള്ളത് കൂടുതൽ നമ്മൾ പുനഃപരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ ഭാരതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മേനകയുടെ നാടാണ്. കാരണം ഭാരതം എന്നറിയുന്നത് ഭരതന്റെ വംശം എന്നുള്ള രീതിയിലാണ്. ഈ കൗരവരും പാണ്ഡവരും ഒക്കെ ഭരതന്റെ വംശത്തിൽപ്പെട്ടവരാണ്. ഈ ഭരതൻ എന്ന് പറയുന്നത് ശകുന്തളയുടെ മകനാണ്. ശകുന്തള മേനകയുടെ മകളാണ്. അപ്പൊ ഈ രാഷ്ട്രത്തിന്റെ പേര് തന്നെ ഉണ്ടായിരിക്കുന്നത് വശീകരണത്തിൽ നിന്നാണ്, വിലോഭനത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഈ രാഷ്ട്രം ഉണ്ടായിരിക്കുന്നത് തന്നെ എന്ന് ഗോവിന്ദൻ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഗീതയിലൊക്കെ പറയുന്നില്ല, ഗീതയിൽ ഭാരത എന്നാണ് അർജുനനെ അധർമാദി അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ വീണ്ടും ഞാൻ അവതരിക്കുന്നത് എന്ന് പറയുമ്പോഴൊക്കെ ഭാരത എന്നാണ് അർജുനനെ സംബോധന ചെയ്യുന്നത്. ചില വരികളുണ്ട് നമുക്കറിയാം.
ആ ഭാരതൻ എന്ന് പറഞ്ഞാൽ ഈ ഭാരത വംശത്തിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ ഈ പേര് പോലും ആ അർത്ഥത്തിൽ വിലോഭനത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഗോവിന്ദൻ എഴുതുന്നത്. അപ്പൊ ഗോവിന്ദന്റെ സാഹിത്യം എന്ന് പറയുന്നത് അത് അരങ്ങേറ്റമാവട്ടെ, മറ്റു കവിതകളാവട്ടെ, ഒരു നോക്കുകുത്തിയാവട്ടെ, ഒരു കൂടിയാട്ടത്തിന്റെ കഥയാവട്ടെ, അരങ്ങേറ്റമാവട്ടെ, അദ്ദേഹത്തിന്റെ പ്രധാന കവിതകളിലെല്ലാം തന്നെ അനിവാര്യമായും അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ധാരയാണ് ഫെമിനിസത്തിന്റെയും ജാത്യാധിഷ്ഠ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും ധാര എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം എത്രയോ വിജയിച്ചു. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളാണോ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള അതിന്റെ രാഷ്ട്രീയ രൂപം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിമിതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാലത്തിന്റെ പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കാം. അദ്ദേഹത്തിന്റെ തന്നെ ചിന്താധാരകളുടെ പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കാം. പരിമിതികളില്ലാതെ ഒരു മനുഷ്യനെ ഒരു ചിന്തകനെ നമുക്ക് പരിചിന്തിക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതിനൊരു തർക്കമുള്ള ഒരു കാര്യമല്ല. പക്ഷെ അതിനുള്ളിൽ പോലും ഈ നവോത്ഥാന രാഷ്ട്രീയത്തിന്റെ പ്രബലമായ ധാരകളെ, അത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണെങ്കിലും ജാത്യാധീശത്വ വിരുദ്ധ രാഷ്ട്രീയമാണെങ്കിലും ജാത്യാധീശ വിരുദ്ധ രാഷ്ട്രീയമാണെങ്കിലും ശക്തമായി ആനയിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, തന്റെ ലാവണ്യ സമീപനത്തിൽ, അദ്ദേഹത്തിന്റെ സമീപനം യഥാർത്ഥത്തിൽ ദാർശനികമായിട്ടുള്ള ഒന്നാണ്. അദ്ദേഹത്തിന്റെ കവിതയുടെ ഒണ്ടോളജിക്കൽ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമാണ്. ആ ഒണ്ടോളജിക്കൽ പശ്ചാത്തലം ഇല്ലാതെ ഇത്തരം കവിതകൾ, ഇത്തരം മിത്തുകൾ പൊളിച്ചെഴുതാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ആ ഒരു ഒണ്ടോളജിക്കൽ ദൗത്യം അദ്ദേഹം മനസ്സിലാക്കുകയും ആ അർത്ഥത്തിൽ രീതിപരമായി ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ കവിതകൾ എഴുതുന്നത്. അപ്പോൾ ഇത് ഈ കവിതയുടെ രൂപത്തിൽ മാത്രം, അല്ലെങ്കിൽ അദ്ദേഹം ഗദ്യത്തിലും പദ്യത്തിലും എഴുതി ആധുനികതയുടെ ചില ബാഹ്യരൂപങ്ങൾ അദ്ദേഹത്തിന്റെ കവിതയിൽ സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇതുവരെ പലപ്പോഴും. അങ്ങനെ അദ്ദേഹത്തിന്റെ കവിതയുടെ ബാഹ്യരൂപത്തിൽ ആകർഷകരാവുകയും എന്നാൽ കവിതയുടെ ഉള്ളടക്കം പാടെ വിസ്മരിക്കപ്പെടുകയും ചെയ്തു പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു പ്രഭാഷണത്തിൽ ഇത്തരം ഒരു ചർച്ച കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലാണെങ്കിൽ ശരി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഈ ബാഹ്യരൂപമല്ല, അദ്ദേഹം എം എൻ റോയിയുടെ ശിഷ്യനായിരുന്നോ എന്നുള്ളതല്ല, അദ്ദേഹം ലിബറൽ ഹ്യൂമനിസത്തെ പറ്റി എഴുതിയിരുന്നോ എന്നുള്ളതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആത്യന്തികമായ ഉള്ളടക്കം എന്തായിരുന്നു, അത് ഹിന്ദുത്വ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കവിതയിൽ അദ്ദേഹം പുനരാനയിക്കാൻ ആഗ്രഹിച്ചത് തന്റെ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ആ ഹിന്ദുത്വ ബ്രാഹ്മണ്യാധീശത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലേക്ക് എന്ത് സംഭാവന ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം വ്യാകുലപ്പെട്ടിരുന്നത്, അദ്ദേഹം ഉത്കണ്ഠപ്പെട്ടിരുന്നത്. അത്തരത്തിലൊരു ഭാവിയുടെ ഉത്കണ്ഠ തന്റെ രാഷ്ട്രീയത്തിലും തന്റെ കവിതയിലും അങ്ങേ അറ്റത്തെ ലാവണ്യ ഭംഗിയോടുകൂടി സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സമഗ്ര ചിന്തകൻ എന്ന രീതിയിലാണ് ഇന്ന് ഈ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് സംസാരിക്കുക എന്ന ഈ സിനിസിസ്റ്റ് ധിക്കാരം ഞാൻ കാണിച്ചത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അതിന് ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് തരണം എന്ന ക്ലീഷേ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ പി ടി ശ്രീകുമാർ, നന്ദി. അടുത്തത് പ്രതികരണമാണ്. എം ഗോവിന്ദൻ തന്നെ അദ്ദേഹത്തിന്റെ മീൻ ചൂരുള്ള സാഹിത്യം എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, മലരിന്റെ മണം മാത്രമല്ല, മണ്ണിന്റെ മണം മാത്രമല്ല, മത്സ്യത്തിന്റെ മണവും സാഹിത്യത്തിൻ്റെതാണ് എന്ന്. ഇത് ഞാനിവിടെ പറയാൻ കാരണം, മീൻകാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയുടെ പേര് തന്നെ മീൻകാരനാണ്. സാധാരണക്കാരുടെ ജീവിതവും മണവും ചൂരും ഒക്കെ കവിതയിലേക്ക്, തന്റെ എഴുത്തിലേക്ക് ആവാഹിച്ച ഒരാളാണ് മലയാള വിഭാഗത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹമാണ് പ്രതികരണത്തിന് എത്തുന്നത്. ഏറ്റവും സ്നേഹത്തോടെ എസ് ജോസഫ് സാറിനെ പ്രതികരണത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറേ, സാറിന് ഇന്നത്തെ ഈ പരിപാടിക്ക് നമുക്ക് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. കൊറോണ ഇല്ലായിരുന്നെങ്കിൽ സാറിന് ഈ വർഷം ഇവിടുത്തെ ഒരു സെമിനാറിന്റെ കൊണ്ടുവരണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഏതായാലും കൊറോണ വന്നപ്പോൾ സാറിന് പെട്ടെന്ന് വരാൻ പറ്റി. ഏതിനെയും നമ്മൾ നല്ല രീതിയിൽ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൊറോണ ആണെങ്കിലും ഏത് ദുരന്തമാണെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് സമീപിക്കുന്ന ഒരു സമീപനമാണ് എൻ്റെ. എം ഗോവിന്ദനെ പോലെ വളരെ
ചിന്തിച്ച തിങ്കർ എന്ന നിലയിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരാളായിരുന്നു എം ഗോവിന്ദൻ. ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുള്ള ഈ വിലയിരുത്തൽ നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ്. ഞാനപ്പോ ഓർക്കുന്നത് ശ്രീമാൻ സാറിന്റെ ആദ്യത്തെ പുസ്തകം ഞാൻ വായിച്ചതിനെ കുറിച്ചാണ്. ആദ്യത്തെ പുസ്തകം ഞാൻ വായിച്ച ആദ്യ പുസ്തകം, ഇത് ആദ്യ പുസ്തകം എനിക്ക് അറിഞ്ഞുകൂടെ, ചരിത്രവും ആധുനികതയും എന്നുള്ള പുസ്തകമാണ്. അതിൽ തെക്കൻ പാട്ടുകളെ കുറിച്ച് 2 പ്രധാനപ്പെട്ട ലേഖനങ്ങളുണ്ട്. അതില് ഈ സ്ത്രീ പ്രതിരോധത്തെ കുറിച്ചും, അതായത് പെൺപ്രതിരോധം എന്നാണ് പറയുന്നത്, പെൺപ്രതിരോധം, ബ്രാഹ്മണിക് പ്രതിരോധം, തെക്കൻപാട്ടുകളെല്ലാം എഴുതിയത് സ്ത്രീകളാണെന്നാണ് അതിൽ പറയുന്നത്. ബ്രാഹ്മണിക് പ്രതിരോധം, സ്ത്രീ പ്രതിരോധം, അങ്ങനെ ഉള്ള പുരുഷാധിപത്യത്തോടുള്ള വിയോജിപ്പ്, ഇതെല്ലാം വരുന്ന കൃതികളാണ് തെക്കൻപാട്ടുകൾ എന്നുള്ളത് ഒരു സമഗ്ര പഠനമായിട്ടാണ് ആ കൃതി വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച ഈ നിരീക്ഷണങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ ബ്രാഹ്മണിസത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള സമീപനങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ബാലാമണിയമ്മയെ പുതിയ രീതിയിൽ വായിക്കാൻ ശ്രമിക്കുന്നത്, അമ്മ എന്നുള്ള ആ മാതൃസ്ഥാനത്ത് നിന്ന് ബാലാമണിയമ്മയെ മാറ്റി വായിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും ഒക്കെ ഇതിൽപ്പെടുത്താം. ഞാൻ എപ്പോഴും ഓർക്കുന്ന 2 വരികളാണ്. പുത്തരിച്ചുണ്ടകൾ പൂവിട്ട കാലത്ത് പുഞ്ചിരിച്ചെണ്ടുമായി നീയുമെത്തി. വളരെ വളരെ ഇഷ്ടമുള്ള 2 വരികളാണ്. എം ഗോവിന്ദന്റെ ഈ കവിതകളൊക്കെ കുറെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. കൂടിയാട്ടത്തിന്റെ കഥ, അതുപോലെ നോക്കുകുത്തി, അതുപോലെ ഓരോ ഉന്നാനിക്കാരന്റെ മനോരാജ്യം, അതോടെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കൃതികളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു സംഗതി, ഒരു ഭാഷയുടെ ഒരു പ്രത്യേകത വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു നാട്ടുഭാഷയുടെ, അതുപോലെ വളരെയധികം കൊളുത്തുകളുള്ള, വളരെയധികം എന്താ പറയാ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒരു വാക്ക് കിട്ടുന്നില്ല. അത് വളരെയധികം ഈ കൊണോട്ടേഷൻ എന്നൊക്കെ പറയുമ്പോഴുള്ള അർത്ഥം എന്താണെന്ന് ശരിക്കും എനിക്ക് അറിയുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ രീതിയിലുള്ള ഏങ്കോണിപ്പുകളുള്ള വാക്കുകളും പ്രയോഗങ്ങളും പാക്കനാരുടെ കുറിച്ചുള്ള കവിതകളിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എഴുത്തോ നിന്റെ കഴുത്തോ, അതാണ് ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി. ഞാൻ ഓർക്കുന്നു, ഞാൻ എം ഗോവിന്ദനെ കണ്ടിട്ടുണ്ട്. അതായത് ശ്രീജയ തോമസിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് കൂത്താട്ടുള്ളത് അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം സ്റ്റേജിൽ അധ്യക്ഷനാണ്. അപ്പോൾ സ്റ്റേജിൽ അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു ബീഡി വലിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ചിന്തിക്കുന്നവരെല്ലാം ബീഡി വലിക്കുന്നവരാണ് എന്നെനിക്ക് ആ കാലത്ത് തോന്നിയിരുന്നു. ശരിയാണ്, ചിന്തിക്കുന്നവരെല്ലാം കയ്യിൽ, ഇപ്പൊ നീഷയുടെ കയ്യിലൊക്കെ ഈ ചീർത്ത കാണാൻ സാധിക്കും. പൈപ്പൊക്കെ പല ചിന്തകന്മാർക്കും ഉണ്ട്. ഒരുപക്ഷെ ചിന്തിക്കാനായിട്ട് ഈ പുകവലി ഗുണം ചെയ്യുമായിരിക്കാം. ഏതായാലും ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന് ഈ സാർ തന്നെ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഭൗതികതയിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഒരു ആശയം ഭൗതികതയെ തിരിച്ച് സ്വാധീനിക്കും എന്നുള്ള കാര്യം നമ്മുടെ സോക്കോൾഡ് മാർക്സിസ്റ്റുകൾ അംഗീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാതി പ്രത്യയശാസ്ത്രം രൂപപ്പെട്ടത് നമ്മുടെ ഭൗതികമായ ഒരു അടിത്തറയിൽ നിന്നാണ്. ആ ജാതി പിന്നെ ഈ മനുഷ്യനെ നിർണയിക്കുകയും അവനൊരു മുന്നോട്ടുള്ള ഒരു യാത്രയില്ലാതെ ജാതിയിൽ അവൻ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സാർ സൂചിപ്പിച്ചത്. ഇത് സാമ്പ്രദായിക മാർക്സിസ്റ്റുകൾ അംഗീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഏത് പുസ്തകത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് ഞാൻ അത് സ്വീകരിച്ചിരുന്നു. കാരണം ഈ ജാതി ഭൗതികതയിൽ നിന്ന് ഉയർക്കൊണ്ട ഒരു ആശയമാണെങ്കിലും പിന്നീട് ജാതി ഭൗതികതയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായി മാറുകയാണ്. അതുകൊണ്ടാണ് സിവിക് ചന്ദ്രൻ ചോദിച്ചത്, ഒരു ചായക്കട പോലും ഒരു ദളിതന് സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞത്. പക്ഷെ ഫാസിസ്റ്റുകൾ വളരെ ബുദ്ധിമാന്മാരാണ്. അവര് പ്രധാനമന്ത്രിയെ ചായക്കടക്കാരിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതാണ്. അപ്പൊ അവരുടെ തന്ത്രം എന്ന് പറയുന്നത്, അവര് പിന്നിൽ നിൽക്കുകയും അവർക്ക് മനസ്സിലായി ഇന്ത്യയിലെ ഇതിൽ കീഴ്ജാതി പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്ക് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതായത് എം ഗോവിന്ദൻ മുൻകൂട്ടി കണ്ട കാര്യം അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവര് ആദിവാസികളായിട്ടുള്ളവരെയും മറ്റും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. സി കജാനുവിനെ വരെ അവർ കയ്യിലെടുത്തിരുന്നു, അവിടെ മാറി. അപ്പൊ ഇന്ത്യയിലെ പല നേതാക്കന്മാരും ആദിവാസി മേഖലയിൽ നിന്നൊക്കെ ഭരണത്തിലേക്ക് വരാൻ തുടങ്ങിയത്, ഇന്നത്തെ പ്രസിഡന്റ് തന്നെ, ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇതാണ് ബ്രാഹ്മണ്യത്തിന്റെ പുതിയൊരു ബുദ്ധിതന്ത്രമായിട്ട് വരുന്നത് എന്നുള്ളത് ഇവിടെ ഒരു വല്ലാത്തൊരു പ്രശ്നമായി മാറുന്നത്. ഇതിനു മുമ്പ് തന്നെ മായാവതിയും
ഉത്തർപ്രദേശിൽ മായാവതിയും ബ്രാഹ്മണ ശക്തികളും തമ്മിൽ കൂട്ടുകൂടിയത്. ഇന്നിപ്പോ മായാവതിയെ ദളിതരാരും അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് സൈദ്ധാന്തിക ചിന്തകളൊക്കെ വന്നെങ്കിലും മായാവതി അതിലപ്പുറത്തേക്ക് അഴിമതിയിലൂടെ മാറുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു സംഗതി അതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം മാർക്സിസ്റ്റുകാർക്ക് പോലും സാധിക്കാത്ത രീതിയിൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മുൻഗണന. അതേസമയം ദളിതർക്കും ആദിവാസികൾക്കും ഒക്കെ മുൻഗണന കൊടുക്കാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇവർ ശ്രമിക്കുന്നുണ്ട് പലതരത്തിൽ. കേരളത്തിലുള്ള മൊത്തത്തിൽ RSSന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ഇപ്പൊ ഈ കൊറോണ കാലത്ത് പോലും അവരുടെ പ്രവർത്തനങ്ങൾ സേവ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ വണ്ടിയൊക്കെ ആയിട്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. അതാണ് നേരെ സംഭവത്തെ തിരിച്ചടിയാണ്. അതായത് ബുദ്ധിമാന്മാരായിട്ടുള്ള M. ഗോവിന്ദനെ പോലെയും മറ്റുള്ള ആൾക്കാരുടെ ആശയങ്ങൾ വായിക്കുകയും അതിബുദ്ധിമാന്മാരായിട്ടുള്ള ഈ ബ്രാഹ്മണ ശക്തികൾ ഇതിനെ തിരിച്ചടിക്കുകയും ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രതികരണമായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ M. ഗോവിന്ദന്റെ കവിതകളൊക്കെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഇതിന്റെ വരികളൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ M. ഗോവിന്ദന്റെ കവിതയ്ക്ക് വേറൊരു തരം ശക്തി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ M. ഗോവിന്ദനിൽ നിന്നാണ് കടമ്മനിട്ടയെ പോലുള്ള കവികൾ ജനിച്ചത്. കടമ്മനിട്ട പോലുള്ള കവികൾ മാത്രമല്ല, ആദ്യകാല ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഫോക്ലോർ കവിതകളോ അല്ലെങ്കിൽ വിനയേന്ദ്രന്റെ ഫോക്ലോർ കവിതകളോ കാവാലത്തിന്റെ ഫോക്ലോർ കവിതകളോ അങ്ങനെയൊക്കെയുള്ള കവിതകൾക്കൊക്കെ അതിനകത്ത് ചില പങ്കുകളുണ്ട് എന്ന് എനിക്ക് തോന്നട്ടെ. M. ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഒരു കവികളുടെ കവിയായിരുന്നു. അദ്ദേഹം ഇപ്പൊ ആനന്ദിനെ പോലുള്ള ആൾക്കാരെ സൃഷ്ടിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ലേഖനങ്ങളാണ്. കേസരിയുടെ ലേഖനങ്ങൾ പോലെ, MN വിജയന്റെ ലേഖനങ്ങൾ പോലെ M. ഗോവിന്ദന്റെ ലേഖനങ്ങളും നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിങ്ങനെ ഒരു നിരൂപകനൊന്നും അല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ട് പറയാൻ പറ്റുകയില്ല. എങ്കിലും ഈ രണ്ട് M. ഗോവിന്ദന്റെ ഈ പുനർവായനയും കൂട്ടച്ചേർത്ത് വായിച്ചിട്ടുള്ള ബാലാമണിയമ്മയുടെ ഈ പുനർവായനയും അദ്ദേഹം തെക്കമ്പാട്ടുകളിൽ നടത്തിയ പുനർവായന പോലെ തന്നെ വളരെ പ്രസക്തമാണെന്നും അത് നമ്മുടെ ചിന്തകളെ കുറെ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ഈ മഹാരാജാസിലെ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ അദ്ദേഹത്തോട് പറഞ്ഞാൽ തീരാത്ത കടപ്പാട് ഈ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകൻ എന്ന നിലയിൽ എനിക്കും ഞങ്ങളുടെ മഹാരാജാസ് കോളേജിനുമുണ്ട്. അതുപോലെ കുട്ടികൾക്കുണ്ട്, ഗവേഷകർക്കുണ്ട്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ഒരുപാട് പേര് 150 പേര് ഈ പരിപാടിയിൽ വന്നിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും പേര് ഈ പരിപാടിയിൽ വരുന്നത്. നമ്മൾ ഈ ചെറിയ മൊബൈലിനകത്താണ് ഈ പരിപാടി വെക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കോളേജിലായിരുന്നെങ്കിൽ ഇത് ഒരുപാട് പേര് വരുന്ന ഒരു പരിപാടിയായി മാറുമായിരുന്നു. ഏതായാലും ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാറിന് പറയാനുണ്ടെങ്കിൽ പറയണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സാറേ, ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നേരിട്ട് ചോദിക്കാം. എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മിനി സെബാസ്റ്റ്യനാണ്. മഹാരാഷ്ട്രയിലെ പൂർവ്വ വിദ്യാർത്ഥിനി, ഇപ്പോൾ കുറവനങ്ങാട് കോളേജിൽ അധ്യാപികയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മിനിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിനി ടീച്ചറിന് നേരിട്ട് ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആകാം, അല്ലെങ്കിൽ ആ ചോദ്യം ഞാൻ പരിചയപ്പെടുത്താം. എന്താണ് വേണ്ടത് ടീച്ചറെ? മിനി ടീച്ചർ പോയോ എന്ന് എനിക്കറിയില്ല. ടീച്ചർ ചോദിക്കുന്നത്, ടീച്ചർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ടീച്ചറിനെ ഇടപെടിക്കാം. ടീച്ചർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അക്കാദമിക ലോകത്ത് ഈ M. ഗോവിന്ദന്റെ കൃതികൾ പഠിക്കപ്പെടാതെ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ജയകൃഷ്ണൻ, ഗവേഷകനായ ജയകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നേരത്തെ ജോസഫ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ കവിതകളിൽ അമിതമായ ഒരു നാടോടി വഴക്കത്തിന്റെ സ്വഭാവം കൊണ്ടുവന്നത്, ഒരു പ്രഭാഷണ പരത കൊണ്ടുവന്നത്, പ്രാസത്തോടുള്ള അമിതമായ പ്രതിപത്തി നിലനിർത്തിയത്, ഇതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ കവിത ആ രാഷ്ട്രീയ മാനങ്ങൾ വായിക്കപ്പെടാതെയും തെളിയിക്കപ്പെടാതെയും പോയത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വിഷ്ണുരാജ് ചോദിക്കുന്നു, ഈ വർണ്ണ രാഷ്ട്രീയത്തോടുള്ള ഒരു പ്രതികരണം നിലനിർത്തിയത് കൊണ്ടാണോ അദ്ദേഹത്തിന്റെ കൃതികൾ തിരസ്കരിക്കപ്പെട്ടത് എന്ന്. അതുപോലെ തന്നെ അരവിന്ദ് അരങ്ങൾ ചോദിക്കുന്നു, ഇതേ രീതിയിൽ M. ഗോവിന്ദന്റെ കൃതികൾ മാറ്റി നിർത്തപ്പെട്ടാൽ പുതിയ തലമുറയ്ക്ക് അദ്ദേഹം അപരിചിതനായി തുടരുകയില്ലേ എന്ന്. ജോസഫ് സാറിനോടും ഈ ചോദ്യങ്ങളോടും പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യം ജോസഫ് പറഞ്ഞ 1-2 കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയം അതിന്റെ പുതിയ തന്ത്രങ്ങൾ
രൂപീകരിക്കുന്നത് മുൻകാല വിമർശനങ്ങളെ ഉപരിപ്ലവമായ രീതിയിൽ തങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ ശരിയാണ്. അത് പാട്രിയാർക്കിയുടെ കാര്യത്തിലും പലപ്പോഴും അത് പ്രസക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. മുതലാളിത്തം എങ്ങനെയാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയവും ഈ ദളിത് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നത്തെ ഒരു പ്രത്യേക തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തങ്ങളുടെ അവസരവാദ രാഷ്ട്രീയത്തിന് അതിനനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ജോസഫ് നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ അവർ ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം വെച്ചാല് ഒരു സബാൾട്ടേൺ സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ വിമർശന വിധേയമായിട്ടുള്ള ഒരു സബ്ജക്ടിവിറ്റി അല്ല. അത് ഏത് തരത്തിലാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു കൊളോണിയൽ രാജ്യത്തെ ഒരു പ്രജ അത് ജന്മിയാണെങ്കിൽ പോലും കൊളോണിയലിസവുമായി സഹകരിക്കുന്നതിനെ പാസീവ് റെസിസ്റ്റൻസ് ആയിട്ട് കാണണമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തലമുണ്ട്. അപ്പൊ ആ തരത്തിൽ ഈ സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നിശ്ചിതമായ വിമർശനത്തിന് വിധേയമാക്കാൻ പറ്റുന്നതല്ല. കാരണം ആ ഒരു സബാൾട്ടേൺ പൊസിഷൻ എന്ന് പറയുന്നതിൽ നിന്നാണ് പലപ്പോഴും അത് വരുന്നത്. അവിടെ ഓപ്ഷൻസ് പലപ്പോഴും വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് സ്വീകരിക്കുന്നത് പോലും ഒരു തരത്തിലുള്ള നേട്ടമായി കണക്കാക്കേണ്ട ഒരു സാഹചര്യം ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വരുന്നത്. അത് കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ ഏറ്റവും പ്രധാനമെന്നുള്ളത് അത്തരത്തിലുള്ള പുകമറകൾക്ക് വഴങ്ങാത്ത സാമൂഹ്യ സമരങ്ങൾ, രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിനെ നിരന്തരം തുറന്നു കാണിക്കുന്ന പ്രക്ഷോഭങ്ങളും എഴുത്തുകളും രചനകളും സമരങ്ങളും ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ടാണ് വളരെ പ്രധാനമായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതൊരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാദമാണ്. കാരണം ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രജാസഭയിലേക്ക് ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവര് നാമനിർദ്ദേശം ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൽ തന്നെ അത് ഈ സമരങ്ങളെ എങ്ങനെയാണ് അന്നത്തെ സമരങ്ങളെ അത് ബാധിച്ചത്? അത് ആ വേദികൾ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണോ, അതോ മറ്റു വേദികൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് അത് അവരെ തടയുകയാണോ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള അന്വേഷണങ്ങൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനുള്ള ഉത്തരം നൽകാനായിട്ട് ഇതിനുള്ള ഉത്തരം ലഭിക്കുന്നതിന് നമുക്ക് സഹായകമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മൊത്തത്തിൽ നമുക്ക് കാണാവുന്നത് പക്ഷെ ഇതിനുള്ളിലൂടെ നമുക്ക് തുറന്നു കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വളരെ സുതാര്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊരു തന്ത്രം മാത്രമാണ് എന്ന് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കപട ലോകത്തില് അവരുടെ ഈ കാപട്യം സകലരും കാണുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ പരാജയം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ അത്ര രീതിയിൽ ഞാൻ അതിനെ ഭയക്കുന്നില്ല. അത് ഈ പ്രക്രിയയുടെ തന്നെ ഒരു ഭാഗമാണ്. അവർക്കും അത് ഒഴിവാക്കാൻ പറ്റില്ല മുന്നോട്ട് പോകുന്നതിന്. പക്ഷെ ആത്യന്തികമായിട്ടുള്ള ചേരിതിരിവുകൾ തീർച്ചയായിട്ടും ആ ചേരിതിരിവുകളായി തന്നെ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് ഗോവിന്ദൻ അവഗണിക്കപ്പെട്ടു? ഞാൻ എന്തുകൊണ്ട് ഗോവിന്ദൻ അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെയും ഉള്ളടക്കം വേണ്ട രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അവഗണിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അവഗണിക്കപ്പെട്ടിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്യില്ലല്ലോ. അദ്ദേഹത്തെ പറ്റി എത്രയോ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി പഠിക്കുന്നുണ്ട്. ഞാൻ അത് സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു സമഗ്രമായ സംഭാവനയുടെ ഉള്ളടക്കത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ വിചാരങ്ങൾ പലപ്പോഴും കാരിക്കേച്ചറുകളിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇത്തരത്തിൽ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അതിന്റെ ഉള്ളടക്കത്തിൽ, അതിന്റെ ബാഹ്യമായ രൂപങ്ങളിലല്ല, എം എൻ റോയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലോ ലിബറൽ ഹ്യൂമനിസ്റ്റിന്റെ പേരിലോ അല്ല, മറിച്ച് ആത്യന്തികമായി അദ്ദേഹം പ്രതിനിധാനം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രസക്തി കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ കവിതയുടെ കാര്യത്തിലും നമ്മൾ നവോത്ഥാനത്തെ പറ്റി പഠിക്കുമ്പോൾ നവോത്ഥാനം നിലച്ചുപോയ ഒരു പ്രക്രിയയല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ജോസഫിന്റെ കവിതയെ ഉദ്ധരിക്കുകയുണ്ടായി. അപ്പൊ അത്തരം കവിതകളിലേക്ക് എത്തുന്ന ഒരു വഴിയിൽ നമ്മൾ സന്ധിക്കുന്ന ഒരു പൂർവ്വസൂരിയാണ് ഗോവിന്ദൻ എന്നുള്ളത്. ജോസഫിന്റെയും അതുപോലെ രേണുകുമാറിന്റെയും ഒക്കെ കവിതകളിലേക്ക് നമ്മൾ എത്തുന്ന വഴിയിൽ സന്ധിക്കേണ്ട, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ചുണ്ടുപലക കൂടിയായി നിൽക്കുന്ന ഒരു സമഗ്ര വ്യക്തിത്വമാണ് ആ അർത്ഥത്തിൽ ഗോവിന്ദൻ എന്ന് സൂചിപ്പിക്കാനാണ്
ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് മറ്റു പല പൊന്നാനിക്കാരന്റെ മനോരാജ്യം പോലെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള മറ്റ് കവിതകളുണ്ട്. ഞാൻ അത്തരത്തിലൊരു പ്രഭാഷണം അല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ സാഹിത്യപരമായിട്ടുള്ള സമഗ്ര സംഭാവനയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കവിതയിലെ രാഷ്ട്രീയ ഉള്ളടക്കം ഈ ദീർഘകാവ്യങ്ങളിലൂടെ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത്. ഇത് സൂക്ഷ്മമായി മറ്റു കവിതകൾ പരിശോധിച്ചാൽ സ്വാഭാവികമായിട്ടും എനിക്ക് അതിൽ നിന്നും ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിനുള്ള സമയം നമുക്കിന്നില്ല. തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതും. പക്ഷെ അതിന്റെ ആ സമയക്കുറവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ചില പ്രധാന ധാരകൾ അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്ന് എഴുതിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് എല്ലാ ചോദ്യങ്ങളും ഇതിനോട് റിവോൾവ് ചെയ്യുന്നതാണ്, ഇതിനോട് ചുറ്റി നിൽക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള കവിതയുടെ ഒരു വിമർശനം, അത് വളരെ ശരിയായിട്ടുള്ളൊരു വിമർശനമാണ്. പക്ഷെ കവിത എന്താണ് എന്നുള്ളൊരു തിരിച്ചൊരു ചോദ്യത്തിൽ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ആ ചർച്ച കൊണ്ടുപോവുകയാവും ചെയ്യുക. അതിന് പ്രസക്തി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വാചാടോപം, അദ്ദേഹത്തിന്റെ കവിതകളിലെ മറ്റ് പദ സഞ്ചയങ്ങളിൽ വന്നിട്ടുള്ള പൊരുത്തക്കേടുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് മറ്റൊരു വിഷയമാണ്. അതിലേക്ക് നമ്മൾ അത് അദ്ദേഹത്തിന്റെ കവിത അവഗണിക്കപ്പെടുന്നതിന്റെ കാരണമാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. കാരണം 50കളിലെ അയ്യപ്പത്തിന്റെയോ അയ്യപ്പ പണിക്കരുടെയും ഒക്കെ കവിത വായിച്ചിട്ടുള്ള നമുക്ക് അത്തരത്തിലൊരു അസ്വാരസ്യം ഗോവിന്ദന്റെ കവിതകൾ വായിക്കുമ്പോൾ തോന്നേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പൊതുവിൽ എനിക്ക് തോന്നുന്നത് ഈ ചർച്ചകളിൽ വളരെ പോസിറ്റീവായി തന്നെയാണ് ഇതിനോട് എല്ലാവരും പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെനിക്ക് സന്തോഷമുണ്ട്. അത്തരത്തിലൊരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് വികസിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഗോവിന്ദനെ കുറിച്ചുള്ള എൻ്റെ ഈ വിശകലനത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ അത് വളരെയധികം കൃതാർത്ഥനാക്കുകയും സന്തുഷ്ടനാക്കുകയും ചെയ്യും എന്ന് മാത്രമാണ് ഞാൻ ഈ പ്രതികരണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. സാറേ, മറ്റൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ബാലാമണിയമ്മയുടെ കവിതകൾ എന്തുകൊണ്ടാണ് തഴയപ്പെട്ടത്? സാറിപ്പോ സൂചിപ്പിച്ചപ്പോൾ മറ്റൊരു അർത്ഥതലം ബാല കവിതകളിൽ ഉണ്ടല്ലോ. പക്ഷെ എന്നിട്ട് ഒരു മാതൃത്വത്തിന്റെ കവി മാത്രമായിട്ട് അവരെന്തുകൊണ്ടാണ് അങ്ങനെ തഴയപ്പെട്ടു പോയത് എന്ന് ഏഞ്ചൽ ചോദിക്കുന്നു. നമ്മുടെ നിരൂപണത്തിന്റെ ഗതാനുഗതികത്വത്തിന്റെ പ്രശ്നമാണല്ലോ അത്. മലയാള ഭാഷ വിദ്യാർത്ഥികളും അധ്യാപകരും ഗവേഷകരുമായ നിങ്ങളോട് ഞാൻ അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു പ്രത്യേക ചാലിൽ ഒരു കവിയെ നിർണ്ണയിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചാലിൽ തന്നെ വലിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഒരു തരം ഒരു വിലങ്ങായി അത് മാറുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള വായനകളിലേക്ക് ബാലാമണിയമ്മ ചുരുങ്ങിപ്പോയത് സത്യത്തിൽ നമ്മുടെ മലയാള സാഹിത്യ വിശകലനത്തിൽ വന്നിട്ടുള്ള ഒരു പാളിച്ചയാണ്. അത് സ്വാഭാവികമായിട്ടും അവരുടെ കവിതകൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിലൂടെ മാറ്റാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സന്ധ്യ എന്ന് പറയുന്ന കവിത ഉദാഹരണമായി പറഞ്ഞതുള്ളൂ. അങ്ങനെ നിരവധി കവിതകളുണ്ട്. സാമൂഹികമായ ചിന്തകളെ കവിതയിലേക്ക്, ദാർശനികമായ ചിന്തകളെ കവിതയിലേക്ക് സംശയിക്കാൻ ശ്രമിച്ച ഒരു കവയത്രി കൂടിയാണ് ബാലാമണിയമ്മ. ആ അർത്ഥത്തിൽ ഒരു പുനർവിചാരണ അർഹിക്കുന്ന കവിതകളാണ് ബാലാമണിയമ്മ കവിതകൾ. ഈ വിശ്വാമിത്രൻ എന്നുള്ള തന്നെ, അല്ലെങ്കിൽ മഴുവിന്റെ കഥ തന്നെ മഴുവിന്റെ കഥ പോലെ ഒരു കവിത പുരുഷ കവികൾ എഴുതിയിട്ടില്ലല്ലോ. അത് പ്രകൃതിയെയും മനുഷ്യനെയും സംബന്ധിക്കുന്ന അധികാര ബന്ധത്തിന്റെ രാഷ്ട്രീയം ഒരു വശത്ത്, പ്രകൃതിയും മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആന്ത്രോപോസീൻ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ബാലാമണിയമ്മ ഉന്നയിക്കുന്നത് കവിതയിൽ. മഴുവിന്റെ കഥയില് ആന്ത്രോപോസീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് ഈ ജിയോ തലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ കാലഘട്ടത്തെയാണല്ലോ ആന്ത്രോപോസീൻ എന്ന് പറയുന്നത്. മാതൃഭൂമിയിലൊക്കെ ധാരാളം ലേഖനങ്ങൾ ആന്ത്രോപോസീനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആന്ത്രോപോസീൻ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന പ്രശ്നമാണ് മറ്റൊരു തലത്തിൽ ബാലാമണിയമ്മ മഴുവിന്റെ കഥയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ വായനയുടെ, രാഷ്ട്രീയ ലാവണ്യ വായനയുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതിലേക്ക് കടക്കേണ്ടതുണ്ട്. അങ്ങനെ മഴുവിന്റെ കഥയായാലും മറ്റു കവിതകളായാലും പുതിയ ഒരു പാരായണ സംസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ട കവിതകളാണ് ബാലാമണിയമ്മയുടെ കവിതകൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ ആനുഷികമായി പങ്കുവെച്ചതാണ്. കാരണം ഈ സ്വാമിത്രൻ എന്ന് പറയുന്ന ഈ കവിതയോടുള്ള ഒരു പ്രതികരണം കൂടിയായി ഞാൻ ഗോവിന്ദന്റെ മേനക എന്ന കവിതയെ വായിക്കുന്നത് കൊണ്ട്. കാരണം അത്തരത്തിൽ പ്രതികരിക്കാൻ അർഹതപ്പെട്ട ഒരു കാവ്യ വ്യക്തിത്വമാണ് ബാലാമണിയമ്മയുടേത് എന്ന് ഗോവിന്ദൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഞാൻ അത്തരത്തിൽ അതിനെ ജക്സ്ടപോസ് ചെയ്ത് ചേർത്ത് വെച്ച് സംസാരിച്ചത്. സാറേ, മറ്റൊരു ചോദ്യം കൂടി. ഈ BR അംബേദ്കറുടെ ജാതി നിർമൂലനം എന്ന ആശയത്തിന് ഇക്കാലത്ത് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് റഷീദ് സാറ്, ഡോക്ടർ ES റഷീദ് ചോദിക്കുന്നു. ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് കൺസെൻസസ് ആണ്.
അതായത് സർവസമ്മതി, അതായത് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൺസെൻസസ്. ഇന്ത്യയിൽ ഒരു കാലത്തും ഒരു ശൂദ്ര കലാപം നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ശൂദ്രൻ ബ്രാഹ്മണ്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ ചട്ടമ്പിസ്വാമികൾ മാത്രമാണ്. അതിന് പ്രത്യേകമായ കേരളീയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ശൂദ്രാവതരണം എഴുതുകയും അതുപോലെ വേദാധികാര നിരൂപണം എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്പൂതിരിമാർക്കെതിരെയും ബ്രാഹ്മണ്യത്തിനെതിരെയും ഒക്കെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള ഒരേ ഒരു ശൂദ്ര കലാപം എന്ന് വേണമെങ്കിൽ നമുക്ക് വലുതാക്കി പറയാവുന്നത് ഈ ചട്ടമ്പിസ്വാമികളുടെ മാത്രമാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ ശൂദ്രരടക്കം ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കുള്ളിലുള്ളവര് ഇതിനെ ഒരു സമ്മതിയായിട്ടാണ്, സർവ്വസമ്മതിയായിട്ട്, അതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്കുള്ളിൽ കലാപങ്ങളില്ല. ആ വ്യവസ്ഥ സർവ്വസമ്മതിയുടേതായിട്ടുള്ള ഒന്നാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രനും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെതായിട്ടുള്ള ബന്ധം. അതിൽ ശൂദ്രർക്ക് പരാതിയില്ല. ഈ ജന്മത്തിൽ ശൂദ്രനായെങ്കിൽ നല്ല ശൂദ്രപ്പണി ചെയ്താൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആകാമെന്നുള്ള ആ ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഉൾപ്പെടാത്ത, ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്ത, അൺടച്ചബിൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അടിമകളാക്കി നിലനിർത്തുന്നു എന്നുള്ളതാണ് ജാതി വ്യവസ്ഥയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അത് ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ഇത് ഈ ചാതുർവർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചാതുർവർണ്ണ വ്യവസ്ഥ നിൽക്കുന്നതെങ്കിൽ ഈ സമഗ്രമായ ജാത്യാധീശത്വ വ്യവസ്ഥ എന്ന് പറയുന്നത് പുറത്തു നിൽക്കുന്നവരെ കൂടി ഈ അധികാര ഘടനയുടെ അടിമകളാക്കി നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെയാണ്. ആ രാഷ്ട്രീയ സംവിധാനത്തെയാണ് അംബേദ്കർ ചോദ്യം ചെയ്യാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ജാതി നിർമൂലനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ ഒരു സമഗ്രമായ ഇടപെടലിനുള്ള കാര്യമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രചോദനമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു വശത്ത് ചാതുർവർണ്ണ വ്യവസ്ഥ അതിൻ്റെതായ നിയമങ്ങളോടുകൂടി നിലനിൽക്കുന്നു. എന്നാൽ ആ നിയമങ്ങളോടും ആ ചാതുർവർണ്ണ വ്യവസ്ഥയോടും വിധേയത്വം പാലിച്ച് പുറത്തു നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങളെ കുറിച്ചാണ് അംബേദ്കർ സംസാരിക്കുന്നത്. അതാണ് ജാതി നിർമൂലനം കൊണ്ട് ഈ വ്യവസ്ഥ പൊളിക്കുകയും, ഈ വ്യവസ്ഥയാണ് ഈ അധികാരത്തിന്റെ, ഈ പുറത്തു നിർത്തുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സർവ്വസമ്മതിയാണ്, ഈ കൺസെൻസസ് ആണ്, ഈ ചാതുർവർണ്ണത്തിന്റെ കൺസെൻസസ് ആണ് എന്ന് മനസ്സിലാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മൗലികമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജാതി നിർമൂലനം എന്ന് പറയുന്നത് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള, കാരണം അത് മാറിയിട്ടില്ല. ഒരു വശത്ത് വർണ്ണവ്യവസ്ഥയും മറുവശത്ത് ജാതി വ്യവസ്ഥയും കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സമഗ്ര അടിമത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് നിലനിൽക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ ആ അർത്ഥത്തിൽ നിലനിൽക്കുന്നത്. കാരണം മൊബിലിറ്റി ഉണ്ട്, അടിമകൾക്ക് പോലും മൊബിലിറ്റി ഉണ്ട്, മുകളിലേക്ക് കടന്നു വരാവുന്നുണ്ട്. ഇത് മൊബിലിറ്റി സാധ്യമല്ലാത്ത രീതിയിൽ എവിടെയാണോ നിങ്ങൾ ഈ വ്യവസ്ഥയിൽ നിൽക്കുന്നത്, ജീവിതാന്ത്യം വരെ നിങ്ങളും നിങ്ങളുടെ തലമുറകളും അവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്ന ഒന്നാണ് ഈ ജാതി വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജാതി വർണ്ണ വ്യവസ്ഥയെ തകർക്കുന്നതിനാണ് ജാതി നിർമൂലനം എന്ന് പറയുന്ന ആശയം അംബേദ്കർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും ഇന്ത്യയിൽ വളരെ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ പ്രായോഗിക രൂപങ്ങൾ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാകാം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം. ഈ വർഗത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ അംബേദ്കർ തന്നെ വളരെ കുലങ്കുഷമായി ചിന്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് എനിക്കും എഴുതാൻ ഇട വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കരുതുന്നില്ല. അതൊക്കെ വിശദമായി ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ട ധാരാളം കാര്യങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു ചെറിയ ചർച്ചയെ നമുക്ക് അത്തരത്തിൽ ഡൈവേഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് അതിന് ഉത്തരമായി പറയാനുള്ളത്, ജാതി വർണ്ണ വ്യവസ്ഥ ഇന്ന് കാണുന്ന രീതിയിൽ നിലനിൽക്കുന്നിടത്ത് ഉള്ള കാലം അതിനെ തകർക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ അംബേദ്കറുടെ ജാതി നിർമൂലന രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ഗോവിന്ദൻ വളരെ ശക്തമായി തുടക്കം മുതൽ തന്നെ അംബേദ്കർ ഒരു വലിയൊരു ഒരു ചരിത്ര വ്യക്തിത്വമായി ഇന്ത്യയിൽ മാറുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന, അതിനെക്കുറിച്ച് എഴുതിയിരുന്ന ഒരാളാണ് എൻ ഗോവിന്ദൻ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് സ്മരിക്കുകയും ചെയ്യാൻ സാധിക്കും. സാറേ, നമ്മുടെ ഈ പ്രഭാഷണ യൂട്യൂബ് ലൈവിൽ കൂടെ പോകുന്ന ഒന്നാണല്ലോ. മലപ്പുറം PSMO കോളേജിലെ അധ്യാപകൻ ഡോക്ടർ ബാബുരാജ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. റാഡിക്കൽ ഹ്യൂമനിസത്തിന് ഈ എം ഗോവിന്ദന് ശേഷം എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിലൂടെ ഒന്ന് പ്രതികരിക്കണം. റാഡിക്കൽ ഹ്യൂമനിസത്തിന് എം ഗോവിന്ദന് ശേഷം എന്ത് സംഭവിച്ചു? റാഡിക്കൽ ഹ്യൂമനിസത്തിന് ഇപ്പോഴത്തെ ഒരു സമകാലിക അവസ്ഥയാണ് അദ്ദേഹം ചോദിക്കുന്നത്. റാഡിക്കൽ ഹ്യൂമനിസത്തിന് എന്ത് സംഭവിച്ചു എന്നത് രണ്ട് രീതിയിൽ നമുക്ക് ആ ചോദ്യത്തെ സമീപിക്കാൻ സാധിക്കും. അത് ഇന്നത്തെ ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു അന്വേഷണവും ആണ്. റാഡിക്കൽ ഹ്യൂമനിസം ആ അർത്ഥത്തിൽ എം.എൻ. റോയിയുടെയോ അല്ലെങ്കിൽ ഗോവിന്ദന്റെയോ ചട്ടക്കൂടിനനുസരിച്ച് മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ പാർട്ടി തന്നെയും
റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് മറ്റേ പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയും ഇപ്പൊ നിലനിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന നവസാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രബലമായ ധാര എന്ന് പറയുന്നത് ഈ റാഡിക്കൽ ഹ്യൂമനിസത്തിൽ നിന്ന് കൂടി ഉയർന്നു വന്നിട്ടുള്ളതാണ്. സിവിൽ സമൂഹത്തിന്റെ പ്രക്ഷോഭങ്ങളുടെ ഒരു പ്രധാന ധാര എന്ന് പറയുന്നത് റാഡിക്കൽ ഹ്യൂമനിസത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കാരണം റാഡിക്കൽ ഹ്യൂമനിസത്തിന്റെ പ്രത്യയശാസ്ത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് കൃത്യമായ ഒരു മാർക്സിസ്റ്റ് ചട്ടക്കൂടിൽ ഒതുങ്ങുന്നതല്ല. മറിച്ച് അത് മുതലാളിത്തത്തിനുള്ളിൽ തന്നെ മുതലാളിത്ത ഭരണകൂടം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു വർഗ ഭരണകൂടമാണ് എന്ന് വിശ്വസിക്കാതെ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് സാർവലൗകികമായ വോട്ടവകാശം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഭരണകൂടം അധികാരത്തിൽ വരുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് എന്ന ധാരണയിൽ ഒരു മാർക്സിസ്റ്റ് വിശകലനത്തിൽ നീതിവത്കരിക്കാവുന്ന ഒരു വിശകലനമല്ല അത്. കാരണം ഏത് തരത്തിലുള്ള ഭരണകൂടമാണെങ്കിലും മുതലാളിത്തത്തിൽ അത് വർഗഭരണകൂടമാണ്, വർഗഭരണകൂടം മാത്രമാണ്. പക്ഷെ വർഗഭരണകൂടം മാത്രമാണ് എന്ന് ധരിക്കാതെ ഈ വർഗഭരണകൂടം ആയിരിക്കുമ്പോൾ തന്നെ മറ്റു വർഗങ്ങളുടെയും കൂടി വോട്ട് വാങ്ങിയാണ് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് അത്തരം സമരങ്ങൾക്ക്, അത്തരം പ്രക്ഷോഭങ്ങൾക്ക് സിവിൽ സമൂഹത്തിനുള്ളിൽ പ്രസക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ ധാര യഥാർത്ഥത്തിൽ ലിബറൽ ഹ്യൂമനിസത്തിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ലിബറൽ ഹ്യൂമനിസത്തിന്റെ ആ ധാരയാണ് ഈ കൊറോണയുടെ കാലത്തും ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ കാലത്തും പൂർണ്ണമായിട്ടും ഇല്ലാതായി പോകുന്നത്. അത്തരം സമരങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന രീതിയിലേക്ക് മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ തന്നെ ഏതാണ്ട് പൂർണ്ണമായിട്ടും നിലച്ചു പോകുന്നു. അത്തരത്തിലുള്ള നവസാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകൾക്കുള്ള വേദികൾ ചുരുങ്ങുന്നു. അതിനുള്ള സ്ഥലം ചുരുങ്ങുന്നു. അതിനുള്ള പ്രസക്തി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മർദ്ദന ഭരണകൂടം അഴിച്ചുവിടുന്നു. ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിനെതിരെ. അങ്ങനെ ഈ ലിബറൽ ഹ്യൂമനിസ്റ്റ് രാഷ്ട്രീയത്തിനെ ശ്വാസം മുട്ടിക്കുന്ന, ലിബറൽ ഹ്യൂമനിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ നവധാരകളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നതുകൂടി ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സാറേ, നമ്മുടെ അവസാന ഘട്ടത്തിലാക്കിയാണ്. നമ്മുടെ ഇതിൽ ഗൂഗിൾ മീറ്റില് നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു അവസരമാണ്. 10 മിനിറ്റ് നമുക്ക് നൽകാവുന്നതാണ്. ആർക്കെങ്കിലും നേരിട്ട് ഡോക്ടർ ടി.ടി. ശ്രീകുമാറിനോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മിനിറ്റ് നമുക്ക് നൽകാവുന്നതാണ്. ആർക്കെങ്കിലും നേരിട്ട് ഡോക്ടർ ടി.ടി. ശ്രീകുമാറിനോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹലോ സാറേ, ഈ വൈഷ്ണവ കലയും ശൈവ കലയെ കുറിച്ച് എം ഗോവിന്ദൻ ഒരു കലാദർശനം, അതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് കലാകൗമുദിയിലാണ് തോന്നുന്നത്. ഹലോ, കലാകൗമുദിയിലല്ലേ 80-കളിൽ അദ്ദേഹം എഴുതിയതാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? വൈഷ്ണവ കല, ശൈവ കല എന്നൊരു കോൺസെപ്റ്റ് ഗോവിന്ദൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? അത് 80-കളില് കലാകൗമുദിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ആ ലേഖനം എഴുതിയത്. ഞാനത് വായിച്ചു ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലത്തുള്ള ദാർശനിക ചിന്താഗതികൾ പ്രധാനമായിട്ടും കുറെ കൂടി മൂർത്തമായ ഒരു തലത്തിലാണ് അദ്ദേഹം വികസിപ്പിക്കാൻ ശ്രമിച്ചത്. കലയെക്കുറിച്ചിട്ടുള്ള പുതിയ ചില ചിന്തകൾ അവതരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ താന്ത്രിക കലയുമൊക്കെയായി ബന്ധപ്പെട്ട ചില ചിന്തകൾ, അതെനിക്ക് തോന്നുന്നത് ചിത്രകലയുമായി ഒക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു വൈഷ്ണവ ശൈവ കല എന്ന് അദ്ദേഹം പറയുന്നത് തന്നെ നേരത്തെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു ബൈനറി ആണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു ബൈനറി സാധ്യമാണോ എന്നുള്ളതിനെ കുറിച്ച് ഹലോ ഹലോ കേൾക്കാമോ? കേൾക്കാം സാറേ, പറഞ്ഞോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രസക്തിയെ കുറിച്ചിട്ട്, ആ ഒരു ബൈനറി അദ്ദേഹം കൊണ്ടുവരുന്നതിന്റെ പ്രസക്തിയെ കുറിച്ചിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ സംശയമുണ്ട്. അത് ആ കാലത്ത് തന്നെ സംശയമുണ്ടായിരുന്നു. 80-കളുടെ ഒടുവിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടന്നിട്ടില്ല. എന്റെ ഒരു വിഷയമായി ഞാൻ അതിനെ തൽക്കാലം എടുത്തിട്ടുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിനെ കോൺട്രാഡിക്ട് ചെയ്യുന്ന എന്തെങ്കിലും അതിലുണ്ടോ എന്ന് ഞാൻ തീർച്ചയായിട്ടും പരിശോധിക്കുകയും അതും കൂടി അദ്ദേഹത്തിന്റെ വിശകലനത്തിൽ ചേർക്കുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ റേസിംഗ് ഇറ്റ്. അവസാനകാല ചിന്തയായിരുന്നു. ആർക്കെങ്കിലും പങ്കെടുക്കാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹലോ സാറേ, വൈഷ്ണവ കല എന്നും പറഞ്ഞതും ശൈവകല എന്ന് പറഞ്ഞതും ഗോവിന്ദന്റെ ആശയമാണല്ലോ.
അദ്ദേഹം ശൈവകലയ്ക്കാണല്ലോ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാൻ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ താന്ത്രിക ആ ബൈനറി അദ്ദേഹം ഉത്പാദിപ്പിക്കുന്നത്, ആ ബൈനറി പ്രസക്തമാണോ, ആ ബൈനറി നിലനിൽക്കുന്നതാണോ എന്നോ നമ്മൾ പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ അവസാനകാല ചിന്തയാണ്. അത് പിന്നീട് വികസിപ്പിച്ചിട്ടില്ല അദ്ദേഹം. അതിൽ നിന്നും മാത്രം ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെ പറ്റിയിട്ട്. അത്തരത്തിലൊരു ബൈനറിയുടെ പ്രസക്തി എനിക്ക് കാരണം വെച്ചാൽ ശൈവമായത് വൈഷ്ണവമായത് പഴയ ഒരു ശൈവ വൈഷ്ണവ രാഷ്ട്രീയത്തിന്റെ ഹിന്ദുത്വത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ ഒരു വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് അതിന്റെ ഒരു ധാര സ്വീകരിക്കുന്നത്. താന്ത്രിക് കലകളുടെയും ശൈവ ശാക്തിക കലകളുടെയും ഒക്കെ ഒരു ധാര സ്വീകരിക്കുന്നത്. അതിന് അദ്ദേഹം കൊണ്ടുവരുന്ന തെളിവുകൾ നമ്മൾ ചരിത്രപരമായ മറ്റ് കൊറോബറേറ്റീവ് എവിഡൻസസുമായിട്ട് ചേർത്ത് വെച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു പരിശോധന ഞാൻ അതിനകത്ത് നടത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ ലേഖനം ശ്രദ്ധിച്ചിട്ട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാദമാണ് പുറമേ ബൈനറി ഇന്ത്യ ചരിത്രത്തിൽ എത്രമാത്രം പിൽക്കാലത്തേക്ക് പ്രസക്തമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ആര്യ ദ്രാവിഡ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ അതില് ദ്രാവിഡ പക്ഷത്തെ ശൈവപക്ഷമായി കാണുന്ന ഒരു സമീപനം തമിഴ്നാട്ടിലൊക്കെ തന്നെ ശക്തമായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മദ്രാസിൽ ജീവിച്ചിരുന്ന അദ്ദേഹം അത്തരം കലാകാരന്മാരുമായിട്ടും എഴുത്തുകാരുമായിട്ടും ഗാഢമായ ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം ദേശീയപരമായ ഒരു ആധുനികതയല്ലേ യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മുന്നോട്ട് വെച്ചത്. അതായത് ഒരു നമ്മുടേതായ ഒരു ആധുനികത എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയല്ലേ ഗോവിന്ദൻ യഥാർത്ഥത്തിൽ ആവിഷ്കരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകൾ മുതൽ അദ്ദേഹം പരിശ്രമിക്കുന്നത് ഈ ഒരു സ്വകീയമായ ഇവിടെ എതിർക്കേണ്ടത് ആരെയാണ് എന്ന് ഒരു കൊല്ലം മുൻപ് അദ്ദേഹം കണ്ടെത്തുകയാണ്. അതിന്റെ ഒരു വിപുലീകരണമായിട്ടാണ് എന്റെ പിൽക്കാല ചിന്തകൾ അദ്ദേഹം. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നല്ലേ? എനിക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ? കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെയുള്ള ഗവേഷകരും അധ്യാപകരും സഹൃദയരും പങ്കെടുത്ത വളരെ വിജയിച്ച ഒരു സെമിനാർ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നതും വളരെ ഗംഭീരമായ ഒരു സെമിനാർ ആയിരുന്നു എന്നാണ്. ജോസഫ് സാർ എന്തോ പറയണമെന്ന് തോന്നുന്നല്ലോ സാറേ. നമ്മുടെ അടുത്ത പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പറയണേ. അടുത്ത 2 പ്രോഗ്രാം അടുത്ത പ്രോഗ്രാമിനെ കുറിച്ചുകൂടി പറഞ്ഞിട്ട് ഞാൻ ഔപചാരികമായി നന്ദി പറയാൻ വേണ്ടി സെലിൻ ടീച്ചറെ ക്ഷണിക്കാന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് ഓഗസ്റ്റ് 5-ാം തീയതി നമ്മള് MP നിഷാദ് ശില്പകലാധ്യാപകനായ സംസ്കൃത സർവകലാശാലയിലെ ശില്പകലാധ്യാപകനായ MP നിഷാദാണ്. സമകാലീന കലാപ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സ്റ്റിൽസ് ഒക്കെ ഉപയോഗിച്ച് അവതരിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത ആഴ്ച ഡോണ മയൂര, അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു മലയാള കവയിത്രിയാണ്. അവരുടെ ഇപ്പോഴത്തെ സമകാലിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കലയെയും സമൂഹത്തെയും നോക്കിക്കാണുന്ന ഒരു പ്രഭാഷണമായിരിക്കും. അത് അമേരിക്കൻ റൈറ്റിങ്ങിനെ കുറിച്ച് പറയാം. അമേരിക്കൻ റൈറ്റിങ്ങിനെ കുറിച്ച് പറയണമെന്നാണ് അവരോട് പറഞ്ഞത്. പിന്നെ സ്ലാം പോയട്രി, അങ്ങനെയുള്ള പിന്നെ കഥാ കവിത പകർച്ചകളുണ്ട് കവിതയിലും. ഇപ്പൊ പുതിയ രീതിയിൽ അമേരിക്കയിലൊക്കെ ഇത്തരം ട്രെൻഡുകൾ ഉണ്ടെന്നാണ് ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു വിശദമായിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കണ്ടംപററി ആർട്ട് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ ഓൾ ഓവർ ദി വേൾഡ് ആയിട്ടുള്ള സമകാലീന ശില്പകലയിലും ചിത്രകലയിലുമുള്ള പുതിയ കാര്യങ്ങൾ, ശില്പകല എന്നൊക്കെയുള്ള നിലയിൽ നിന്ന് മാറി മൾട്ടിമീഡിയയുടെ ഒരു താല്പര്യത്തോട് ബന്ധത്തോടു കൂടിയൊക്കെ ശില്പകല ചിത്രകലയിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ മിക്സഡ് ആയിട്ടുണ്ട് അല്ലെ. ശില്പമല്ല ചെയ്യുന്നത്, ഒരു മിഷനാണ് ചെയ്യുന്നതൊക്കെ ഹെർബർട്ട് റീഡ് പറയും പോലെ അങ്ങനെ ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. സ്കൾപ്റ്റിംഗ് എന്നുള്ളത് മാറി. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ അദ്ദേഹം സംസാരിക്കും. അവിടെ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഔപചാരികമായി നന്ദി പറയാൻ വേണ്ടി മലയാള അധ്യാപിക ഡോക്ടർ സെലിൻ എസലിനെ ക്ഷണിക്കുന്നു. നമസ്കാരം, കേൾക്കാമോ?
ടീച്ചർ കേൾക്കാം. കേൾക്കാം. മഹാരാജാസ് കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കല, സാഹിത്യം, സമൂഹം, ഭാവി ഉത്കണ്ഠകൾ എന്ന അന്താരാഷ്ട്ര വെബിനാർ പരമ്പരയിലെ രണ്ടാമത്തെ പ്രഭാഷണമാണ് ഇന്നിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രമുഖ സാഹിത്യ ചിന്തകനും ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ PT ശ്രീകുമാർ സാറാണ് ഇന്ന് നമ്മോട് സംസാരിച്ചത്. M ഗോവിന്ദനും നവോത്ഥാനാനന്തര ആധുനികതയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏറെ വിജ്ഞാനപ്രദമായ അറിവുകൾ സാർ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. M ഗോവിന്ദൻ എന്ന വ്യക്തിയെ അടുത്തറിയാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യ ചിന്തകളുമൊക്കെ വളരെ വിശദമായിട്ട് സാർ നമുക്ക് വേണ്ടി വിശദീകരിച്ചു തന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരുപക്ഷെ ഭാരതം ഭാവിയിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ചിന്തകനായിരുന്നു M ഗോവിന്ദൻ എന്ന് പറഞ്ഞ് സാർ അതിനെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സാഹിത്യ ചിന്തകൾ ചില കൃതികളുടെ അപഗ്രഥനത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമായി വിശദീകരിച്ചു. എനിക്ക് തോന്നുന്നത് സാറിന്റെ ഈ സാഹിത്യ കൃതികളുടെ കുറിച്ചുള്ള ആ ഒരു വായനയും പുനർവായനയും ഒക്കെ തുടർ പഠനത്തിന് ഈ കേട്ടുകൊണ്ടിരുന്നവരെ തീർച്ചയായിട്ടും പ്രേരിപ്പിക്കും എന്ന് തന്നെയാണ്. M ഗോവിന്ദൻ ജനിച്ച് 101 വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും സാഹിത്യ നിലപാടുകളും തീർച്ചയായിട്ടും അത് ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും അതിന്റെ സമകാലിക പ്രസക്തി എന്തെന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കേണ്ടതെന്നും തീർച്ചയായും ഇന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. ഇതൊരു തുടർ പഠനത്തിലേക്ക് വഴിതെളിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒക്കെ ഏറെ ഉപയോഗപ്രദമായ ഒരു പ്രസംഗമായിരുന്നു സാറിൻ്റെത്. ഇത് കേൾക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലയാള വിഭാഗം നടത്തിയ ഈ വെബിനാറിൽ പങ്കെടുത്ത മനോഹരമായ പ്രഭാഷണം നടത്തിയ സാറിനോട് മലയാള വിഭാഗത്തിന്റെ നന്ദിയും സ്നേഹവും ഇതോടൊപ്പം അറിയിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനായിരുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജയകുമാർ സാറാണ്. കോളേജിന്റെ എല്ലാ വിധത്തിലുള്ള പുരോഗതിക്കും വേണ്ടി മുൻപിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന സാറിനും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അധ്യക്ഷ പ്രസംഗം നടത്തിയതിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. മലയാള വിഭാഗത്തിന്റെ മേധാവിയും മലയാളത്തിന്റെ പ്രിയ കവിയുമായ ഞങ്ങളുടെ എല്ലാ HOD ആയ ജോസഫ് സാറാണ് ഇന്ന് ഈ ഒരു പ്രഭാഷണത്തിന് പ്രതികരണം നടത്തിയത്. ഈ ഒരു കോവിഡ് കാലത്ത് ഞങ്ങൾ അധ്യാപകർക്ക് പരസ്പരം കാണാൻ സാധിക്കുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സാറ് എല്ലാ ആഴ്ചയും മീറ്റിങ്ങുകൾ ഗൂഗിൾ മീറ്റിലൂടെ വിളിച്ചു വരുത്തി സംഘടിപ്പിക്കുകയും അതിലൂടെ ആ ഒരു ബന്ധം അധ്യാപകർ തമ്മിലുള്ള ആ ഒരു ബന്ധം ഉറപ്പിച്ചു നിർത്തുകയും അതോടൊപ്പം ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്യാനുള്ള സാറിന്റെ ആ ഒരു കഴിവ് തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ടത് തന്നെയാണ്. സാറിനോടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി ഈ സമയം അറിയിക്കുകയാണ്. ഈ ഒരു വെബിനാർ പരമ്പരയുടെ മോഡറേറ്ററും കോർഡിനേറ്ററുമായിട്ട് പ്രവർത്തിക്കുന്നത് ഡോക്ടർ സുമി ജോയ് ഓലിയപ്പുറം ടീച്ചറാണ്. ഉചിതമായിട്ടുള്ള ഇടപെടലുകളെല്ലാം നടത്തി സെമിനാർ ഏറെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ടീച്ചറോടുള്ള മലയാള വിഭാഗത്തിന്റെ നന്ദിയും ഇതോടൊപ്പം അറിയിക്കുന്നു. അതോടൊപ്പം ഈ ഒരു സെമിനാറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നിർവഹിക്കുന്ന മലയാള വിഭാഗത്തിലെ അധ്യാപികയായ ഡോക്ടർ ജൂലിയ ഡേവിഡ് ടീച്ചറാണ്. ടീച്ചർ കോർഡിനേറ്റർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ടീച്ചറോടുള്ള മലയാള വിഭാഗത്തിന്റെ നന്ദിയും ഇതോടൊപ്പം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാഗത പ്രസംഗം നടത്തിയ റഫീഖ് സാറിനോടും മലയാള വിഭാഗത്തിലെ മറ്റെല്ലാ അധ്യാപകരോടും മഹാരാജാസ് കോളേജിലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ള ഇതിൽ പങ്കെടുത്ത അധ്യാപകരോടും വിദ്യാർത്ഥികളോടും സമീപ പ്രദേശങ്ങളിലെ കോളേജുകളിലെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും എല്ലാ ഗവേഷകരോടും ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാള വിഭാഗത്തിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജോസഫ് സാറേ അവസാനിപ്പിക്കാം അല്ലേ? അവസാനിപ്പിക്കാം. ശ്രീകുമാർ സാറേ വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. ശരി സാറേ, താങ്ക് യു.